ശതമാനം വർധനവ്, 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്, 30 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. ഇതുവഴി 340 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ബജറ്റിന്റെ കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി ഡാൻ കുര്യൻ, ഒപ്പം വി അരുൺ, TG സജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ലളിതമായി പറഞ്ഞാൽ സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന, കീശ കീറുന്ന ഒരു ബജറ്റാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്? പൊതുജനത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുക? അശ്വതി, ആദ്യം ഞാൻ അതിൻ്റെ പൊതു കണക്കുകൾ ഒന്ന് വ്യക്തമാക്കാം. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് കൃത്യമായി തന്നെ തിരികെ വരാം. ഏതാണ്ട് 1,35,419 കോടി റവന്യൂ വരുമാനവും 1,76,089 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ റവന്യൂ കമ്മി 23,942 കോടി രൂപയായിരിക്കും. ധനക്കമ്മി 39,662 കോടി രൂപയായിരിക്കും. ഇതിൽ തന്നെ ശമ്പള ഇനത്തിൽ മാത്രം ഏതാണ്ട് 40,051 കോടി രൂപ ശമ്പളത്തിന് വേണ്ടി മാത്രമായും പെൻഷന് വേണ്ടി മാത്രമായി ഏതാണ്ട് 28,240 കോടി രൂപയും സബ്സിഡികൾക്കായി 2,190 കോടി രൂപയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊരു പൊതുചിത്രം. ഇനി കൃത്യമായി സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട റിംഗ് റോഡ്, തേക്കട മുതൽ മംഗലപുരം വരെയുള്ള റിംഗ് റോഡ്, എനിക്ക് തോന്നുന്നു ഈ ബജറ്റിലെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റായി സർക്കാർ ഉയർത്തിക്കാണിക്കുന്ന ഒരു പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം വ്യാവസായിക ഇടനാഴി തന്നെയായിരിക്കും. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് നിർണായകമായ തിരശീല ഉയരുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഈ വ്യാവസായിക ഇടനാഴി വരിക എന്ന സൂചനകൾ തന്നെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴുമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തിൻ്റെ 70 കിലോമീറ്റർ ചുറ്റളവ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഡെവലപ്മെന്റ് പ്രൊജക്ടിന് തന്നെ സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നതിൻ്റെ അനുബന്ധ മേഖലകളുടെ ഉൾപ്പെടെ വികസന പദ്ധതികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു വ്യാവസായിക ഇടനാഴിക്ക് അവർ കൂടുതലായി പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി നിലവിൽ അത് തുടരുന്നതിലൂടെ ഏതാണ്ട് 11,000 കോടി രൂപ ഓരോ വർഷവും സർക്കാരിന് ഈ 62 ലക്ഷം പേർക്ക് 1,600 രൂപ വീതം പെൻഷൻ നൽകുന്നതിലൂടെ ഉണ്ടാകുന്നു എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ധന നികുതി, ഒപ്പം തന്നെ വാഹനങ്ങളുടെ നികുതി, അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളുടെ ഭൂമിയുടെ ന്യായവില 20% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് നേരിട്ട് ജനങ്ങളെ കൃത്യമായി തന്നെ ബാധിക്കും. കാരണം ഇന്ധന വിലയിൽ നികുതി വർധനവുണ്ടായാൽ മുഴുവൻ, അതായത് ഇന്ധന വില പൊതുവെ കൂടുന്ന സാഹചര്യം വരും. അത്തരത്തിൽ ഇന്ധന വില കൂടിയാൽ എല്ലാ മേഖലകളിലും അനുബന്ധമായ വില വർധനവുണ്ടാകുകയും ചെയ്യും. അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു നടപടിയായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മദ്യത്തിൻ്റെ നികുതിയിൽ ഉണ്ടായിരിക്കുന്ന വർധനം ഏതാണ്ട് 500 രൂപ മുതൽ 900 രൂപ വരെയുള്ള മദ്യത്തിന് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യക്കുപ്പികൾക്ക് 40 രൂപയും വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മദ്യ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന, അവരുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായി അത് മാറുകയും ചെയ്യും. അത് ഒരു തരത്തിൽ കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുന്ന ഒരു നടപടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു ഈ പദ്ധതി പ്രഖ്യാപനങ്ങളിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന 3 നികുതി വർധനവുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂമിയുടെ ന്യായവിലയിലും വാഹനങ്ങളുടെ നികുതിയിലും ഒപ്പം തന്നെ മദ്യത്തിൻ്റെ നികുതി വർദ്ധിപ്പിച്ചതിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അശ്വതി, ശരി ഡാൻ, ഞാൻ ഡാനിലേക്ക് വരാം. ഡാൻ തുടരണം. നമുക്കിനി ഏതൊക്കെ ആശ്വാസകരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിലും ഇതിന്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് ഈ ബജറ്റിന്റെ എന്നത് സംബന്ധിച്ച് വി അരുൺ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പലയിടത്തു നിന്നായി നിയമസഭയിൽ നിന്ന് കാണാമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പൊതുവിൽ ഈ ബജറ്റ് വളരെ നെഗറ്റീവായി ജനങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അറിഞ്ഞിടത്തോളം എന്താണ് ഇതിന്റെ ഒരു രാഷ്ട്രീയം, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? തീർച്ചയായും ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കും, ക്ഷേമം സർക്കാരിൻ്റെ മുഖമുദ്ര നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെയും KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പക്ഷേ ആ ക്ഷേമം എത്തരത്തിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലാകുന്നില്ല. ഈ ബജറ്റിൻ്റെ പ്രധാന കാര്യങ്ങൾ കാണുമ്പോൾ ക്ഷേമം എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷൻ
മുടങ്ങാതെ നൽകാനായി ഒരു ഫണ്ട് രൂപീകരിക്കുന്നു, അതിന് പ്രത്യേക സെസ് ഈടാക്കുന്നു. അവിടെയും നേരിട്ട് ബാധിക്കുക. നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ ഇന്ധനവില വർധന സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. ജനജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. എല്ലാത്തിനും വില വർദ്ധിക്കാൻ ഈ ഇന്ധനവില വർധനയിലൂടെ കാരണമാകും. മദ്യത്തിൻ്റെ വില വർധനയും അതിന് തന്നെ വഴിവെക്കും. മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അത് നേരിട്ട് ബാധിക്കുക, പല കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കും. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മദ്യം ഇന്നലെ കഴിക്കുന്ന ആളുകൾ ഇന്നതിൻ്റെ അളവ് കുറയ്ക്കില്ല, അളവ് അതേപടി നിൽക്കും. അപ്പോൾ ചോരുന്നത് കുടുംബ ബജറ്റ് കൂടിയാണ്. മദ്യവും ഇന്ധനവും ഒക്കെ ജനജീവിതവുമായി മദ്യവിരുദ്ധ പ്രസ്ഥാനവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിമുക്തി പോലെ പദ്ധതി ഉണ്ടെങ്കിൽ പോലും മദ്യം കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗമാണ്. ആ വരുമാനം നൽകുന്നത് സാധാരണക്കാരാണ്. പാവപ്പെട്ടവരിൽ നിന്ന് എടുത്ത് പണക്കാർക്ക് തിരിച്ച് പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവർ കൊടുക്കുക എന്ന രീതിയായി പോലും ഇതിനെ കാണാൻ പറ്റില്ല. ക്ഷേമ പെൻഷന് ഒരു ദുർബല വിഭാഗം നൽകുന്നത് എല്ലാ വിഭാഗങ്ങളെയും പിഴിഞ്ഞുകൊണ്ടാണ് ക്ഷേമ പെൻഷനുള്ള വക സർക്കാർ കണ്ടെത്തുന്നത്. ഇന്ധന സെസ് വഴിയും അതുപോലെ തന്നെ ഈ മദ്യത്തിൻ്റെ സെസ് വഴിയും ഒക്കെ പണം കണ്ടെത്തുക പാവപ്പെട്ടവരിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഒരു ക്ഷേമവും കരുതലും എന്ന സർക്കാരിൻ്റെ മുദ്രാവാക്യത്തിനെ, ആപ്തവാക്യത്തിനെ അതെങ്ങനെ സാധൂകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് അവതരണ ശേഷവും മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. കേന്ദ്ര നയങ്ങൾ കാരണമാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും ദുർബലമായത്. അത് മറികടക്കാനാണ് ഇത്തരം നടപടികളിലേക്ക് സർക്കാർ പോകുന്നത്. ഭൂനികുതി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. രജിസ്ട്രേഷൻ ഫീസുകൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നേരത്തെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, പാൽ വില വർദ്ധിപ്പിച്ചു, KSRTC ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു. അതിന് പിന്നാലെയാണ് സമസ്ത മേഖലകളിലും ഈ ഒരു വിലക്കയറ്റം വരാൻ പോകുന്നത്. പ്രതിപക്ഷം ഇത് ഇതിനകം തന്നെ ആയുധമാക്കി. അത് അശ്വതി സൂചിപ്പിച്ച പോലെ സഭാതലത്തിൽ നമ്മൾ കണ്ടതാണ്. അവസാന ഘട്ടം നികുതി നിർദ്ദേശങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി സഭയിൽ രംഗത്തെത്തി. അവർ മുദ്രാവാക്യം വിളികളോടെ സർക്കാരിനെതിരെ നിലപാട് വ്യക്തമാക്കി. നിയമസഭയുടെ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷം പോകുന്ന പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സർക്കാരിനെ കാത്തിരിക്കുന്നത് സമരത്തിന് നാളുകളാണ്. പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധം ഇതിലൂടെ വീണ് കിട്ടിയിരിക്കുന്നു. ക്ഷേമവും കരുതലുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ ജനങ്ങളെ പിഴിയുന്നു, എല്ലാ അർത്ഥത്തിലും പിഴിയുന്നുവെന്ന പ്രചരണവുമായി ആ ഒരു ക്യാമ്പയിനുമായി പ്രതിപക്ഷം ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നു. സർക്കാരിനെ കാത്തിരിക്കുന്നത് അത്ര നല്ല ദിവസങ്ങളല്ല എന്ന് പറയേണ്ടി വരും. ജനങ്ങളെ കാത്തിരിക്കുന്നത് അതിലും മോശം ദിനങ്ങൾ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഇന്നത്തെ ബജറ്റിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ജനക്ഷേമ പദ്ധതികൾ പലതും അതേപടി സർക്കാർ നിലനിർത്തുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. പക്ഷേ അപ്പോഴും ഈ വില വർധനയെ എങ്ങനെ ന്യായീകരിക്കും? വില വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ഷേമവും കരുതലുമെന്ന മുദ്രാവാക്യം സർക്കാർ നടപ്പാക്കുന്ന ചോദ്യം തന്നെ സർക്കാർ ഈ ദിവസങ്ങളിൽ നേരിടേണ്ടി വരും. എല്ലാത്തിനും കേന്ദ്രത്തെ മാത്രം പഴിചാരിക്കൊണ്ട് കേന്ദ്ര നിലപാടുകളാണ്, കേന്ദ്ര നയങ്ങളാണ് ഇത്തരത്തിലൊരു അവസ്ഥ സംസ്ഥാനത്ത് എത്തിച്ചതെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഏത് തരത്തിൽ എത്തും എന്ന കാര്യം സംശയമാണ്. വളരെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പില്ല എന്നത് തന്നെയാണ്. തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സർക്കാർ ഉടൻ മെനക്കെടേണ്ട, അല്ലെങ്കിൽ അത്തരമൊരു ആശ്വാസം മാത്രം സർക്കാരിനുണ്ട്. ഏതായാലും പൊതുവിൽ ഇതിൻ്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വളരെ ശക്തമായ ആയുധം സർക്കാർ നൽകുന്ന, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ് ഈ KN ബാലഗോപാലിൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന് ചുരുക്കത്തിൽ പറയാൻ കഴിയും. ശരി അരുൺ, നമുക്ക് എന്തായാലും ആ പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടെ നടത്തിയ ഏറ്റവും വലിയ നികുതി കൊള്ള എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബജറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ധനപ്രതിസന്ധിയെ മറച്ചുവെച്ച് നികുതി കൊള്ള നടത്തുകയാണ്. 1 രൂപ പോലും ചെലവാക്കാത്ത പ്രഖ്യാപനങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ബജറ്റിൽ. സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല, അതിന്റെ പേരിൽ നികുതി കൊള്ള നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കിഫ്ബിക്ക് വേണ്ടിയിട്ടാണ് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ കൊള്ളയടിക്കുന്ന നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇനത്തിൽ വരുന്ന നികുതിയാണ് കിഫ്ബിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ കിഫ്ബിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്ന ബൈക്കുകാരെ പോലും വെറുതെ വിട്ടിട്ടില്ല. എല്ലാതരം വാഹനങ്ങളെയും ഉപയോഗിക്കുന്ന എല്ലാവരെയും, കാരണം സംസ്ഥാന സർക്കാരിന് കൈവയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് മോട്ടോർ വെഹിക്കിൾ. അവിടെ എല്ലാ ബൈക്കുകാരെ വരെ കൊള്ളയടിക്കുന്ന തരത്തിലുള്ള നികുതി ഏർപ്പാടാണ്. അത് കിഫ്ബിക്ക് പണം ഉണ്ടാക്കാൻ. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്നുള്ള പേരിൽ മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും കൂടി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബജറ്റ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. 2 രൂപ ഇന്ധന സെസ് അംഗീകരിക്കാനാകില്ല. കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനും ഒരേ നയമാണ്. ജനവിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബഡ്ജറ്റാണ്. എല്ലാത്തിനും നികുതി കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്.
ഇപ്പൊ അതിന്റെ മുകളിലാണ് ഈ വൻതോതിലുള്ള വർധനവ്, വൈദ്യുതി വർധനവ്, കുടിവെള്ളത്തിന് വർധനവ്, അതിപ്പോ പെട്രോളിനും ഡീസലിനും വില വർധനവ്, വീടിന് നികുതി, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി എന്ത് ന്യായമാണ്? എന്തായാലും പ്രതിപക്ഷം പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി നേരത്തെ വി അരുൺ പറഞ്ഞതുപോലെ ഇനി സമരങ്ങളുടെ ദിവസമായിരിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ ബജറ്റ് അവലോകനവുമായി ഇൻപുട്ട് എഡിറ്റർ ടി.ജി. സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജിത്ത്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ തിരിച്ചടിയായി പോയി ഈ ബജറ്റ് പ്രഖ്യാപനം അല്ലെങ്കിൽ ബജറ്റിലെ ഇന്നത്തെ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച 12.1% ഉയർന്നു എന്നുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സഭയിൽ വെച്ചപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ബജറ്റിൽ പ്രതിഫലിച്ചില്ല. എന്താണ് കരുതേണ്ടത് ഈ സമയത്ത്? പൊതുജനത്തെ ഈ ബജറ്റ് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? അശ്വരി, ഏറെ പ്രസക്തമാണ് ആ നിരീക്ഷണം. കാരണം ബജറ്റ് അവതരണം ഈ രീതിയിലായിരിക്കും എന്ന ഒരു പ്രതീക്ഷ പൊതുവിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ചില നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകും, നികുതി വർധനമുണ്ടെങ്കിൽ കൂടിയും ഈ പെട്രോളിൻ്റെയും മദ്യത്തിൻ്റെയും നികുതി വർധന ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം ഏറ്റവും അധികം സർക്കാരിന് ഫണ്ട് സമാഹരിക്കാൻ കഴിയുന്ന 2 സാധ്യതകളായിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി എന്തുകൊണ്ടാണ് ഇത്തരമൊരു നികുതി നിർദ്ദേശങ്ങളിലേക്കും ഇത്തരത്തിൽ പൊതുവിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്തൊരു ബജറ്റിലേക്ക് സർക്കാർ വന്നത് എന്ന കാരണം പരിശോധിക്കുമ്പോൾ നേരത്തെ അരുൺ പറഞ്ഞു വെച്ചെടുത്താണ് നമുക്ക് പറയേണ്ടി വരിക. അതായത് പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള ജനവികാരം നേരിട്ടേക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ സർക്കാരിന് തൽക്കാലം നേരിടേണ്ടതില്ല എന്നതാവാം ഒരു പക്ഷേ അതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം. മറ്റൊന്ന്, ഈ കാരണത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചതിന് പിന്നിൽ മറ്റൊരു സാഹചര്യമുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ പൊതു ധനസ്ഥിതിയാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ധനസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്, 12%-ലധികം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി അങ്ങേയറ്റം മോശമാണെന്നുള്ളതാണ്. അതായത് ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റ് രേഖ പ്രകാരം തന്നെ മൊത്ത വരുമാനത്തിൻ്റെ 29% ശമ്പളത്തിന് വേണ്ടി നൽകണം എന്നതാണ് സാഹചര്യം. അതേസമയം പെൻഷന് നൽകേണ്ടത് 20%. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവരുമാനം ഈ തരത്തിലുള്ള സർക്കാർ ജീവനക്കാർക്കുള്ള വരുമാനവും ശമ്പളവുമായി പെൻഷനുമായി നൽകേണ്ടി വരുമ്പോൾ ക്ഷേമ പദ്ധതികൾക്ക് എവിടെ പണമെന്ന ചോദ്യമുണ്ട്. അവിടെയാണ് അധിക വിഭവ സമാഹരണത്തിനുള്ള സാധ്യതയിലേക്ക് സർക്കാർ കടക്കുന്നത്. ഈ നിലവിലുള്ള പ്രഖ്യാപനങ്ങളുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പെട്രോൾ നികുതി വർധനവിലൂടെ, അതായത് ഈ സെസ് ഏർപ്പെടുത്തുന്നതിലൂടെ 750 കോടിയുടെ സമാഹരണമാണ് അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. മദ്യത്തിലൂടെ 400 കോടിയുടെ, 750 കോടിയാണ് പെട്രോളെങ്കിൽ മദ്യത്തിലൂടെ 400 കോടിയുടെ സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിടുന്നു. വാഹന നികുതി 7 കോടി, വാഹന നികുതി വർധനവിലൂടെ 7 കോടിയും ഒപ്പം തന്നെ ഈ വാഹനങ്ങൾക്ക് സെസ് ഏർപ്പെടുന്നതിലൂടെ, ഒറ്റത്തവണ സെസ് ഏർപ്പെടുന്നതിലൂടെ 340 കോടിയുടെ വർധനവും അത്തരത്തിലുള്ള വരുമാന വർധനവും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന് പുറമെയാണ് കോടതി ചെലവടക്കം, രജിസ്ട്രേഷൻ ഫീസിൻ്റെ വർധനവടക്കമുള്ള മറ്റ് വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള നിരക്ക് വർധനവിലൂടെ സർക്കാരിന് മറ്റൊരു തരത്തിലും പണം ആകുന്നുണ്ട്. എന്തായാലും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനി പിടിച്ചു നിൽക്കാനാകൂ. അത് ആ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ സർക്കാരിന് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇതിനെ നേരിടുക എന്ന ഒരു രാഷ്ട്രീയ തീരുമാനം ഒരുപക്ഷെ ഇടതുമുന്നണിയും സർക്കാർ നേതൃത്വവും ഒക്കെ നേരത്തെ തന്നെ ധാരണയിലെത്തിയിട്ടുണ്ടാവാം. എന്തായാലും ഇത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടിവയ്ക്കും. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പൊതു ധനസ്ഥിതിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ, അല്ലെ മാനേജ് ചെയ്യണമെങ്കിൽ ഇത്തരമുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമേ കഴിയൂ എന്നതാണ് ധനവകുപ്പിൻ്റെ നിലപാട്. അതുകൊണ്ടുകൂടിയാവാം അത്തരം ചില കയ്യടി ഉണ്ടാവില്ല, തിരിച്ചടി ഉണ്ടാകും, വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും അത്തരം തീരുമാനത്തിലേക്ക് പോവാൻ ധനവകുപ്പ് മന്ത്രിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക എന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ സാഹചര്യം കൂടിയുള്ളത്, കിഫ്ബിയെ കാര്യമായി പരിഗണിക്കാനോ അല്ലെങ്കിൽ കാര്യമായി പരാമർശിക്കാനോ ഈ ബജറ്റിൽ തയ്യാറായിട്ടില്ല എന്ന സാഹചര്യമാണ്. അതായത് ആദ്യ പിണറായി സർക്കാർ അധികാരത്തിലേക്കുമ്പോഴാണ് കിഫ്ബി എന്ന വാക്ക് നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അതായത് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് കിഫ്ബി കേന്ദ്രീകൃതമായ ബജറ്റ് സംവിധാനമാണ് നമ്മൾ പിൻകാലത്ത് കൊണ്ടുപോയത്. പിന്നീട് നടന്ന എല്ലാ വർഷങ്ങളിലെ ബജറ്റുകളിലും കിഫ്ബി പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ കിഫ്ബിയിൽ പുതിയൊരു പദ്ധതിയുടെ പ്രഖ്യാപനം പോലും നടന്നിട്ടില്ല. മറിച്ച് നിലവിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള ചില പണം നീക്കിവെക്കൽ ആലോചനകൾ ഈ ബജറ്റിൽ നടന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതിനപ്പുറം
കിഫ്ബിയെ മുൻനിർത്തിയുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ഇന്ന് ഈ ബജറ്റ് അവതരണം നടക്കുന്നതിന് തൊട്ട് തലേന്നും സംസ്ഥാനത്തിൻ്റെ വായ്പയെടുക്കുന്ന പരിധിയിൽ വലിയ വെട്ടിക്കുറച്ചിലുകൾ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും സർക്കാരിന് വലിയ പ്രതിസന്ധിയാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്തരം വെട്ടിക്കുറയ്ക്കൽ വരുത്തിയതിന് കാരണം കിഫ്ബി എന്ന സംവിധാനമാണ്. അതായത് കിഫ്ബി വഴിയെടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് പരിധിക്കുള്ളിൽ പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അതായത് കിഫ്ബി ഒരു സ്വതന്ത്ര സംവിധാനമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദം കേന്ദ്രം അംഗീകരിക്കുന്നില്ല, CAG അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടുകൂടി സംസ്ഥാനത്തിൻ്റെ പൊതുധനസ്ഥിതി അത് ബാധിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവാം വിമർശനം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഇത്തരം നികുതി വർധനവിലേക്ക് സർക്കാർ എത്തിയതിന് കാരണം. ശരി സജിത്ത്, ഇതാണ് അതിന്റെ ഒരു അവലോകനം എന്ന് പറയുന്നത്. ഈ ബജറ്റിന്റെ നമ്മൾ ഡാനിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ, ഡാൻ, നമ്മൾ ജനങ്ങളെ നേരിട്ട് വളരെ വേഗത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നടുവൊടിക്കുന്ന ബജറ്റ് എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയേണ്ടി വരുമ്പോഴും ചില മേഖലകൾക്കെങ്കിലും ചെറിയ രീതിയിൽ ആശ്വാസം പകരുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായോ? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ. അശ്വതി, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 21 മേഖലകളിലേക്ക് കൃത്യമായ രീതിയിൽ 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് തുക നീക്കി ഇരിപ്പ് വെച്ചുകൊണ്ട് വലിയ വികസന പദ്ധതികൾ കണ്ട ഏതാണ്ട് 21ഓളം പദ്ധതികളുണ്ട്. ഞാനത് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞം പദ്ധതിക്ക് പുറമെ അഴീക്കൽ, ബേപ്പൂർ, വിഴിഞ്ഞം ഈ 3 തുറമുഖങ്ങൾ നവീകരണത്തിനായിട്ട് ഏതാണ്ട് 40 കോടി രൂപയാണ് മാറ്റിവെച്ചതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സർക്കാർ കരുതി വെച്ചിരിക്കുന്ന ഏതാണ്ട് 1773 കോടി രൂപ, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 816 കോടി രൂപ. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു തുക നീക്കിയിരിപ്പ് ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് വ്യാവസായിക ഇടനാഴിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 1000 കോടി രൂപ, അതോടൊപ്പം തന്നെ കോവളം ബേക്കൽ ജലപാതയ്ക്കായി 300 കോടി രൂപ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, 64,006 ദരിദ്ര കുടുംബങ്ങളെ, അതീവ ദരിദ്ര കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ആ ദാരിദ്ര്യാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രത്യേക പദ്ധതി, ഒരു ഗ്യാപ്പ് ഫണ്ട് അതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നഗരവൽക്കരണത്തിനും നഗരവികസനത്തിനുമായി 1055 കോടി രൂപ നഗരവികസനത്തിനും, ഒപ്പം തന്നെ നഗരവൽക്കരണത്തിനായി 100 കോടി രൂപ. പിന്നെ മത്സ്യബന്ധന മേഖലയ്ക്ക് 321 കോടി രൂപ. നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ കൃഷി മേഖലയുടെ ഉദ്ധാരണത്തിനായി 971.71 കോടി രൂപ, ഗ്രാമവികസനത്തിനായി 6294 കോടി രൂപ. ഇത്തരത്തിൽ വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ടെങ്കിലും കൃത്യമായ ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇടുക്കി, വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പുനരധിവാസ പാക്കേജിനായി 75 കോടി രൂപ വീതം ഈ ഓരോ ജില്ലകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി 1436 കോടി രൂപ അത് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ബജറ്റിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം 71,861 വീടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പണി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പണി പൂർത്തിയാക്കാനുണ്ട്. 3,22,922 വീടുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ അടക്കം മുമ്പിൽ വെച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ, പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മുന്നിലേക്ക് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുണ്ടായേക്കുന്ന ഈ ഒരു ശ്രദ്ധേയമായ നേട്ടം തന്നെയായിരിക്കും. 3,22,922 വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് നൽകാൻ സർക്കാരിന് ഇതിനോടകം കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായി സർക്കാർ ഉയർത്തിക്കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗതാഗത വകുപ്പിന്റെ പുനരുദ്ധാരണത്തിനായി 2080 കോടി രൂപ, RCCയുടെയും മലബാർ ക്യാൻസർ സെന്ററിന്റെയും വികസനത്തിനായി 81 കോടി രൂപയും 28 കോടി രൂപയും യഥേഷ്ടം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 2,828 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒരിക്കലും ബജറ്റിൽ അവഗണിക്കുകയില്ല എന്ന ധനമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ ഏതാണ്ട് 2,979.40 കോടി രൂപയാണ് പട്ടികജാതി വികസനത്തിന് വേണ്ടി ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. പട്ടിക വർഗ വികസനത്തിന് വേണ്ടി 850.5 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് സേനയുടെ നവീകരണത്തിന് വേണ്ടി 152 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, 62 ലക്ഷം ജനങ്ങൾക്ക് 1,600 രൂപ വീതം
ക്ഷേമ പെൻഷൻ നൽകുന്നതിന് മാത്രം ഏതാണ്ട് 11,000 കോടി രൂപ ഒരു വർഷം ചെലവാകുന്ന വിധത്തിലാണ് സർക്കാർ അതിനുവേണ്ടി അത്തരത്തില്ലാതെ ഇനിയും നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ബജറ്റിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം മടങ്ങിയെത്താം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള അവലോകനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. TG സജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സജിത്ത്, എല്ലാ നികുതിയും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിച്ചതിലൂടെ ഇടത് സർക്കാർ, നമുക്കറിയാം ഇടതുപക്ഷം ഹൃദയപക്ഷം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ജയിക്കാം, ഇത്തരത്തിൽ LDF വരും, എല്ലാം ശരിയാകും, ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ജനകീയ സർക്കാർ എന്ന രീതിയിൽ ഭരണത്തിലേക്ക് എത്തിയ ഒരു സർക്കാർ ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുക? പ്രതിപക്ഷം ഏത് രീതിയിൽ ഈ ഒരു ബജറ്റിനെ ആയുധമാക്കും വരും ദിവസങ്ങളിൽ? അശ്വതി, തീർച്ചയായും ഇത് സർക്കാരിന് മുന്നിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ ബജറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആയുധം ഇത് സംബന്ധിച്ച് കിട്ടും. കുറച്ച് ദിവസത്തേക്കെങ്കിലും വലിയ പ്രക്ഷോഭ പരിപാടികൾ ഈ ബജറ്റ് കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ബജറ്റ് അവതരണത്തിനിടയിൽ തന്നെ വലിയ പ്രക്ഷോഭവും മുദ്രാവാക്യം വിളിയും പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്ത് തന്നെ ഉയർത്തിയിരുന്നു. അത് വരാൻ പോകുന്ന പ്രക്ഷോഭത്തിൻ്റെ സൂചനയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കം സമരപ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു. അല്പസമയം മുമ്പ് നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ്. അവിടെ കൊച്ചിയിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിലെത്തി വലിയ സമരപ്രഖ്യാപനവും നീക്കങ്ങളും പ്രതിപക്ഷം തുടക്കമിട്ട് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമാകുമെന്നും ഉറപ്പാണ്. ഇതിൽ പ്രത്യേകിച്ച് CPM നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃത്വത്തിന് മുന്നിൽ വെല്ലുവിളി ഉയർന്നത് 2 ദിവസത്തിന് മുന്നിൽ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചു. പൊതുവിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടവയ്ക്കാത്ത തരത്തിലുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടന്നതെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തലുകൾ. സംസ്ഥാനത്തെ ഇടതു നേതൃത്വമൊക്കെ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനിടയിലും വലിയ രീതിയിലുള്ള നികുതി നിർദ്ദേശങ്ങളും പെട്രോൾ വില വർധനവും അടക്കമുള്ള വിഷയങ്ങളുണ്ട് എന്നതിനാൽ തന്നെ അത് ഇടതുമുന്നണി സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാണ്. ഇടതു നേതൃത്വത്തിന് മുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം കൂടിയുള്ളത്, ഇതുവരെ ഇന്ധന വില വർധനവിനെ കേന്ദ്ര സർക്കാരിനെ പഴിചാരിയായിരുന്നു LDF, CPM, സംസ്ഥാന സർക്കാരൊക്കെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ 2 രൂപ വർധനവിന് കാരണമാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കാൻ കഴിയില്ല. സംസ്ഥാന തീരുമാനം അതിന് ബാധകമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും കൂടുതൽ രൂക്ഷമായ സമരപരിപാടികൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ കേരളത്തിലെ UDF മാത്രമല്ല BJP അടക്കം ഈ വിഷയത്തിൽ ശക്തമായ ഒരു സമരപരിപാടികൾക്കുള്ള സാധ്യതയായി ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ മാറ്റുമെന്നതിൽ തർക്കമില്ല. അതേസമയം
ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് സർക്കാരിനെ എത്തിച്ചതിന് കാരണം കേന്ദ്ര സർക്കാരാണെന്ന മറുവാദമുയർത്തി പ്രതിരോധിക്കാനായിരിക്കും ശ്രമിക്കുക. കേന്ദ്ര സർക്കാർ തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ മേൽ കടന്നു കയറുന്നു, കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുന്നു, കേന്ദ്ര സഹായങ്ങൾ, GST, നഷ്ടപരിഹാരം അടക്കമുള്ളവ നിർത്തലാക്കിയ തീരുമാനം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരും ദിവസങ്ങളിൽ ബജറ്റ് പ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കുമായിരിക്കും സംസ്ഥാന രാഷ്ട്രീയം കേന്ദ്രീകരിക്കുക. ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ തലോടിപ്പോകുന്ന ചില മേഖലകളുണ്ട്. അതിൽ നേരത്തെ ഡാൻ കുര്യൻ സൂചിപ്പിച്ച പോലെ ഈ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഒരു വ്യാവസായിക ഇടനാഴി പ്രഖ്യാപനമാണ്. സ്വാഭാവികമായും അത് സംസ്ഥാനത്തിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ലക്ഷ്യം വെക്കുന്ന വലിയൊരു നീക്കത്തിൻ്റെ സൂചകമായിട്ടൊക്കെ മുന്നോട്ട് വെച്ചേക്കാം. ഒപ്പം തന്നെ ഈ മദ്യത്തിൻ്റെ നികുതി വർധനവ് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പുതിയ വിലവർധനവിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൂടുതൽ ഭദ്രതയുണ്ടാക്കാനാണെന്ന വാദമായിരിക്കും ഉയർത്തുക. കാരണം ബജറ്റ് സ്പീച്ചിൽ തന്നെ അത് പറയുന്നുണ്ട്. അതായത് ഈ മദ്യത്തിൻ്റെ നികുതി വർധനവിലൂടെ, മദ്യത്തിൻ്റെ ചാർജ് വർദ്ധിപ്പിച്ചതിലൂടെ അത് സാമൂഹ്യ സുരക്ഷാ പദ്ധതി ആ പെൻഷൻ കമ്പനിക്ക് നൽകാനുള്ള പണമായി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിലെ വാദം. അപ്പോൾ സ്വാഭാവികമായും ഈ വാദങ്ങളൊക്കെ സർക്കാരിന് ഉയർത്തിക്കാട്ടാം. എന്നിരുന്നാൽ തന്നെ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായി അത് മാറുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊരു രസകരമായ വസ്തുത ഈ ബജറ്റിലുള്ളത്, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 2000 കോടിയുടെ ഇടപെടൽ നടത്തും, അതിനുവേണ്ടി 2000 കോടി മാറ്റിവെച്ചു എന്നാണ് ബജറ്റിൽ പറയുന്നത്. ആ പറയുന്ന ബജറ്റിൽ തന്നെയാണ് വിലക്കയറ്റത്തിന് ഇടയാക്കുന്ന ഇന്ധനവില വർധനവടക്കമുള്ള തീരുമാനവും വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ ഇന്ധനവില വർധനവിലൂടെ പൊതുവിൽ വിലക്കയറ്റമുണ്ടാവാൻ സാധ്യത ഒരുക്കിയിട്ട് അതിൽ വിപണിയിൽ ഇടപെടാൻ മറ്റൊരു തുക മാറ്റിവെച്ചിട്ട് എന്തു ഫലമെന്ന വിമർശനം സ്വാഭാവികമായും സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരുമൊക്കെ പൊതുവിൽ ഉന്നയിച്ചും കഴിഞ്ഞു. അതും സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാകുന്ന സാഹചര്യമുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഈ ബജറ്റിൽ പൊതുവിൽ വളരെ രീതിയിൽ പരിഗണിക്കപ്പെടുന്ന പ്രഖ്യാപനങ്ങളൊന്നും ആ തരത്തിൽ വന്നിട്ടില്ല. മറ്റൊന്നുകൂടി നമുക്ക് പരാമർശിക്കപ്പെട്ടാൽ, അതായത് സംസ്ഥാനം അടുത്ത ഇടകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം. ഇത് പൊതുവിൽ വനം വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതുവരെ ആ മേഖലകളിലുള്ള ഇടപെടൽ, ഫെൻസിങ് അടക്കമുള്ള ഇടപെടലുകൾ പൊതുവിൽ വനം വകുപ്പ് നടത്താറുള്ളത്. പക്ഷേ അതിനപ്പുറം ഈ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം നേരിടുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ഫണ്ട് നീക്കിവെക്കാൻ ഈ ബജറ്റിൽ തയ്യാറായിട്ടുണ്ട്. ഈ ബജറ്റ് ഉപയോഗിച്ച് ഏത് തരം പദ്ധതിയാണ് നടപ്പിലാക്കുക എന്നതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതൊരു പക്ഷേ വനംവകുപ്പ് മന്ത്രിയൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. എന്തായാലും അതെങ്ങനെയെന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊന്നുള്ളത് റബ്ബർ മേഖലയാണ്. റബ്ബർ മേഖലയിൽ നമുക്കറിയാം, ഈ കോമ്പൗണ്ടഡ് റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവയിൽ വർധനവ് വരുത്തി നേരത്തെ കേന്ദ്ര സർക്കാരിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പൊതുവിൽ റബ്ബർ കർഷകർക്ക് അത് സ്വീകാര്യമാണ്. ഒപ്പം തന്നെ റബ്ബർ കർഷകർക്ക് മികച്ച വില ലഭിക്കാൻ അത് കാരണമായേക്കുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. അതിന് തുടർച്ചയെന്നോണം 600 കോടി രൂപ ഈ വിപണിയിൽ ഇടപെടുന്നതിന് സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാണ് സർക്കാർ ജനങ്ങൾക്ക്, റബ്ബർ കർഷകർക്ക് ഗുണം ചെയ്യുക എന്നതിൽ വ്യക്തത വരേണ്ടത്. അതെ സജിത്ത്, തീർച്ചയായും സജിത്ത് പറഞ്ഞതുപോലെ ഈ ബജറ്റ്, ജനകീയമല്ലാത്ത ഈ ബജറ്റ് തലോടിപ്പോയ ചില മേഖലകളാണ് ഈ പറഞ്ഞ വന്യജീവി ആക്രമണം തടയാനുള്ള പദ്ധതി, ഒപ്പം റബ്ബർ കർഷകർക്കുള്ള ചെറിയ ആശ്വാസം. ഈ നഷ്ടപരിഹാരത്തിനടക്കമുള്ള പദ്ധതികൾക്കാണ് 50.85 കോടി രൂപ നീക്കിവെച്ചത്. ആക്രമണങ്ങൾ തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ തേടും, മനുഷ്യജീവനും ഉപജീവന മാർഗവും സംരക്ഷിക്കപ്പെടണമെന്നാണ് സർക്കാർ നയമെന്നും ധനമന്ത്രി പറഞ്ഞു. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യജീവനും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടുന്ന ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും സർക്കാർ അടിയന്തരമായി തേടും. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ താൽക്കാലികമായി ശക്തിപ്പെടുത്തുന്നതിനും രൂപീകരിക്കുന്നതിനും പദ്ധതി തുകയായ 30.85 കോടി രൂപ ഉൾപ്പെടെ അതിൽ നിന്ന് അധികമായി 20 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 50.85 കോടി രൂപ ഈ മേഖലയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിക്കുന്നു. റബ്ബർ സബ്സിഡിക്ക് 600 കോടി രൂപയാണ് അനുവദിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ മേഖലയിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനാണിതെന്ന് ധനമന്ത്രി പറഞ്ഞു. സാർ, നമുക്ക് കൃഷിക്കാരെ സംരക്ഷിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ മേഖല കേരളത്തിലാണ്. റബ്ബർ കൃഷിക്കാരെല്ലാം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കേന്ദ്ര നയമാണ് പ്രതിസന്ധിയുടെ മൂല കാരണം. റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി റബ്ബർ സബ്സിഡിക്കുള്ള ബജറ്റ് വിഹിതം 600 കോടിയായി വർദ്ധിപ്പിക്കുന്നു. അമൃതകാലത്തെ ചരിത്ര ബജറ്റ്.
പൊതുബജറ്റിലെ സവിശേഷതകൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18-ൽ. എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തുന്ന അഭിമുഖം ഉച്ചയ്ക്ക് 2 മണിക്ക്. നാളികേരത്തിന്റെ താങ്ങുവില 2 രൂപ വർദ്ധിപ്പിച്ചു. 32-ൽ നിന്ന് 34 രൂപയാക്കിയാണ് കൂട്ടിയത്. നാളികേര വികസനത്തിന് 68.95 കോടി വകയിരുത്തി. നാളികേര വികസന പദ്ധതികൾക്കായി 68.95 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര മിഷന്റെ ഭാഗമായി വിത്ത് തേങ്ങ സംഭരിക്കുന്നതിനും കൃഷിവകുപ്പ് ഫാമുകളുടെ തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാളികേരത്തിന്റെ താങ്ങുവില 32 രൂപയിൽ നിന്ന് 34 രൂപയായി ഉയർത്തുന്നു. കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങുമായി ബജറ്റ്. കൃഷിക്ക് 971.71 കോടിയും നെല്ലിന് 95.1 കോടിയും നാളികേര വികസനത്തിന് 68.95 കോടിയും വകയിരുത്തി. വിള ഇൻഷുറൻസിന് 30 കോടി രൂപയും കുട്ടനാട്ടിലെ കർഷകർക്ക് 17 കോടിയും അനുവദിച്ചു. കൃഷിക്ക് സവിശേഷമായ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. കാർഷിക മേഖലയ്ക്ക് ആകെ 971.71 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 186.30 കോടി രൂപ കേന്ദ്ര സഹായമായി പ്രതീക്ഷിക്കുന്നു. വിളപരിപാലന മേഖല 2023-24 വർഷം ആകെ 732.46 കോടി രൂപ വിളപരിപാലന മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. നെൽകൃഷി വികസനത്തിന് നീക്കിവെക്കുന്ന തുക ഈ വർഷത്തെ 76 കോടിയിൽ നിന്ന് 95.10 കോടിയായി ഉയർത്തുകയാണ്. സർ, നാളികേര വികസന പദ്ധതികൾക്കായി 68.95 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര മിഷന്റെ ഭാഗമായി വിത്ത് തേങ്ങ സംഭരിക്കുന്നതിനും കൃഷിവകുപ്പ് ഫാമുകളുടെ തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാളികേരത്തിന്റെ താങ്ങുവില 32 രൂപയിൽ നിന്ന് 34 രൂപയായി ഉയർത്തുന്നു. അമൃതകാലത്തെ ചരിത്ര ബജറ്റ്. പൊതുബജറ്റിലെ സവിശേഷതകൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18-ൽ. എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തുന്ന അഭിമുഖം ഉച്ചയ്ക്ക് 2 മണിക്ക്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1773.09 കോടി രൂപ വകയിരുത്തി ബജറ്റ്. ഉന്നത വിദ്യാഭ്യാസത്തിന് 816.79 കോടി നീക്കിവെച്ചു. സൗജന്യ യൂണിഫോമിന് 140 കോടിയും ഉച്ചഭക്ഷണത്തിന് 344.64 കോടിയും അനുവദിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന പദ്ധതി വിഹിതമായി 1773.09 കോടി രൂപ നീക്കിവെക്കുന്നു. സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള 85 കോടി രൂപ 95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകുന്നതിനായി 140 കോടി രൂപ വകയിരുത്തുന്നു. ഓട്ടിസം പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപ അനുവദിക്കുന്നു. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര ശിക്ഷാൻ അഭിയാൻ പദ്ധതിയുടെ വിവിധ ഘടകങ്ങളുടെ നടത്തിപ്പിലേക്ക് സംസ്ഥാന വിഹിതമായി 60 കോടി രൂപ നീക്കിവെക്കുന്നു. ഉച്ചഭക്ഷണ പരിപാടിക്ക് 344.64 കോടി രൂപ വകയിരുത്തുന്നു. KSRTCക്കായി 131 കോടി രൂപ വകയിരുത്തി. അടിസ്ഥാന വികസനത്തിന് 30 കോടിയും വാഹനങ്ങൾ വാങ്ങുന്നതിനും നവീകരണത്തിനും 75 കോടിയും വകയിരുത്തി. കമ്പ്യൂട്ടർവൽക്കരണത്തിനും ഇ ഗവേണൻസിനുമായി 20 കോടി രൂപയും അനുവദിച്ചു. KSRTCക്ക് 131 കോടി രൂപയും മോട്ടോർ വാഹന വകുപ്പിന് 44.07 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, KSRTC വാഹന വ്യൂഹങ്ങളുടെ നവീകരണവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വിഹിതം 2022-23 50 കോടി രൂപയായിരുന്നത് 75 കോടി രൂപയായി ഉയർത്തുന്നു. KSRTCയുടെ അടിസ്ഥാന സൗകര്യ വികസനം, വർക്ക്ഷോപ്പ് ഡിപ്പോകളുടെ നവീകരണം മുതലായ പ്രവർത്തനങ്ങൾക്കായി 30 കോടി രൂപയും കമ്പ്യൂട്ടർവൽക്കരണവും ഇ ഗവേണൻസ് നടപ്പിലാക്കുന്നതിനായി 20 കോടി രൂപയും വകയിരുത്തുന്നു. അമൃതകാലത്തെ ചരിത്ര ബജറ്റ്. പൊതുബജറ്റിലെ സവിശേഷതകൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18-ൽ. എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തുന്ന അഭിമുഖം ഉച്ചയ്ക്ക് 2 മണിക്ക്. ബജറ്റ് അവതരണത്തിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്.
പെട്രോൾ ഡീസൽ വില വർധനവിന് എതിരെയാണിപ്പോൾ യുവമോർച്ച കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മത്സ്യബന്ധന മേഖലയ്ക്കും ബജറ്റിൽ കരുതൽ. മത്സ്യബന്ധനത്തിന് 321.31 കോടി വകയിരുത്തി. മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യ പദ്ധതിക്ക് 27 കോടിയും ബോട്ടുകൾ ആധുനികവൽക്കരിക്കാൻ 10 കോടിയും അനുവദിച്ചു. ക്ഷീരവികസനത്തിന് 114.76 കോടിയും മൃഗസംരക്ഷണത്തിന് 435 കോടിയും വകയിരുത്തി. വ്യവസായ വകുപ്പ്, കെഡിസ്ക്, നോളജ് മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, R&D ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മത്സ്യമേഖലയിലെ ശാസ്ത്രജ്ഞർ, വിദഗ്ധർ, കയറ്റുമതിക്കാർ എന്നിവരുൾപ്പെട്ട ഒരു പ്രധാന ഫെസിലിറ്റേഷൻ കേന്ദ്രമായി ഫിഷറീസ് ഇന്നൊവേഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നതാണ്. കൗൺസിലിന്റെ രൂപീകരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി 1 കോടി രൂപ വിലയിരുത്തുന്നു. സർ, തീരദേശ വികസനത്തിനുള്ള വിവിധ പദ്ധതികൾക്കായിട്ട് 115.02 കോടി രൂപ വകയിരുത്തുന്നു. സർ, മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മാനവശേഷി വികസനത്തിനുമായി 71 കോടി രൂപയും നബാർഡ്, RIDF വായ്പാ സഹായത്തോടെ നടത്തുന്ന സംയോജിത തീരവികസന പദ്ധതിയുടെ പ്രവർത്തികൾക്കായി 20 കോടി രൂപയും മത്സ്യബന്ധന തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മണ്ണ് നീക്കലിനുമായി 9.52 കോടി രൂപയും മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കായി 10 കോടി രൂപയും അനുവദിക്കുന്നു. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ നീക്കിവെച്ചത് 2828.33 കോടി രൂപയാണ്. സംസ്ഥാനത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. കാരുണ്യ പദ്ധതിക്കായി 574.5 കോടി രൂപ നീക്കിവെച്ചു. ആരോഗ്യ പരിചരണത്തിന് 30 കോടിയും പകർച്ചവ്യാധി പ്രതിരോധത്തിന് 11 കോടിയും അനുവദിച്ചു. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും ധനമന്ത്രി പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിൽ വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും എന്ന മേഖലയ്ക്ക് ആകെ വിഹിതമായി 2828.33 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 196.5 കോടി രൂപ അധികമാണ്. സർ, കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി 5 കോടി രൂപ നീക്കിവെക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികൾക്കും ക്യാൻസർ ചികിത്സയ്ക്കുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. പകർച്ചവ്യാധി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 11 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ വികസിപ്പിച്ചെടുത്ത IT ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക സാംക്രമികേതര രോഗ പദ്ധതി NCD ആണ് ശൈലി. സാധാരണമായി കണ്ടുവരുന്ന സാംക്രമികേതര രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ക്യാൻസർ തുടങ്ങിയവ സംബന്ധിച്ച് 70 ലക്ഷത്തിലധികം ആളുകൾ സർവേയും രോഗനിർണയവും നടത്താൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. പ്രസ്തുത പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഇതിനായുള്ള പോർട്ടൽ വലിയ തോതിൽ വികസിപ്പിക്കുന്നതിനുമായി അടുത്ത വർഷത്തേക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും തൊഴിൽ സംരംഭവും നിക്ഷേപ സാധ്യതകളും വർദ്ധിപ്പിക്കാൻ മേക്ക് ഇൻ കേരള വികസിപ്പിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മേക്ക് ഇൻ കേരളയ്ക്കായി പദ്ധതി കാലയളവിൽ 1000 കോടി രൂപ അധികമായി അനുവദിക്കുമെന്നും ഈ വർഷം 100 കോടി രൂപ മേക്ക് ഇൻ കേരളയ്ക്കായി മാറ്റിവെക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. സർ, വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത സംരംഭക വർഷം പദ്ധതി, സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾ എന്നിവയോട് കേരളത്തിലെ സംരംഭക സമൂഹം നടത്തുന്ന ആവേശകരമായ പ്രതികരണമാണ് മേക്ക് ഇൻ കേരള പോലെയുള്ള ഒരു ബൃഹത് പദ്ധതി ഏറ്റെടുക്കാൻ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നത്. മേക്ക് ഇൻ കേരളയ്ക്കായി പദ്ധതി കാലയളവിൽ 1000 കോടി രൂപ അധികമായി അനുവദിക്കും. ഈ വർഷം 100 കോടി രൂപ മേക്ക് ഇൻ കേരളയ്ക്കായി മാറ്റിവെക്കുന്നു. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ വികസനത്തിനായി പ്രത്യേക പാക്കേജ് 3 ജില്ലകൾക്കും 75 കോടി വീതം അനുവദിച്ചു. സർ, ഇടുക്കി വികസന പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. കാസർഗോഡ് പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തുന്നു. അമൃതകാലത്തെ ചരിത്ര ബജറ്റ്, പൊതു ബജറ്റിലെ സവിശേഷതകൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18-ൽ. എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തുന്ന അഭിമുഖം ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇപ്പോൾ കൊല്ലത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്നു പ്രതിഷേധത്തിൽ. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. സാധാരണക്കാരെ അങ്ങേയറ്റം പിഴിയുന്നൊരു ബഡ്ജറ്റാണ്.
ഭൂമി വില, രജിസ്ട്രേഷൻ ചാർജ്, സകലമാന സർക്കാർ സേവനങ്ങൾക്ക് ചുങ്കം ചുമത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. പാവപ്പെട്ടവരുൾപ്പെടെയുള്ളവർ വാങ്ങുന്ന 15 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി വർധന ഏർപ്പെടുത്തുന്നു. 20 ലക്ഷത്തിന് മുകളിലുള്ളത് 1% വാഹനങ്ങൾക്ക് 1% മാത്രമാക്കി മാറ്റുന്നു. ഈ നാട്ടിലെ ടാക്സിക്കാര്, ഓട്ടോക്കാര് അടക്കമുള്ള ടൂ വീലേഴ്സ് ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അന്യായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രതികരണത്തിന്റെ പ്രതിരൂപമായ കേരള മനസാക്ഷിയുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനപക്ഷ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവർകൾ പെട്ടെന്ന് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രതീകമായി കൊല്ലത്തെ ഈ പമ്പിൽ പ്രതിഷേധം നടത്തുകയാണ്. ഈ സമരം ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സംസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ജനകീയനായ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച കേരള ബഡ്ജറ്റ് ഒരു ഇടിത്തി പോലെ കേരളത്തിലെ സാധാരണക്കാരുടെ തലയിൽ പെയ്തിറങ്ങുകയാണ്. എനിക്കിപ്പോഴും ഞാൻ വിസ്മയം കൊള്ളുകയാണ്. എങ്ങനെയാണ് ഒരു ധനകാര്യമന്ത്രിക്ക് ഈ കെട്ടകാലത്ത് ഈ സാധാരണക്കാരന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ കഴിയുക? സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വലിയൊരു നികുതി നിരക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 600 കോടി 700 കോടി കൂടി വന്നാൽ 1200 കോടി വരെയാണ് നികുതി പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഡയറക്റ്റായി 3000 കോടി രൂപയും പരോക്ഷമായി ലോക്കൽ ബോഡി വഴി 1000 കോടി രൂപയും 4000 കോടി രൂപയുടെ നികുതി ബാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബജറ്റിലെ നികുതി വർധനവിനെതിരെ കൊല്ലത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടവേള. അമൃതകാലത്തെ ചരിത്ര ബജറ്റ്, പൊതുബജറ്റിലെ സവിശേഷതകൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18-ൽ. എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തുന്ന അഭിമുഖം ഉച്ചയ്ക്ക് 2. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് എന്ന പേരിൽ
സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്തെ ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിന് ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂയിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും. ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3 മാസത്തിനോ 6 മാസത്തിനോ അധികമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള മുദ്രവില നിരക്ക് ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചെലവ് വർധനയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിൻ്റെ പേരിലാണ് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മുദ്രവില 5% നേരത്തെ കുറച്ചിരുന്നത്. ഇത് 5%. സാധാരണക്കാരുടെ വയറ്റത്തടിച്ച് സംസ്ഥാന ബജറ്റ്. പെട്രോൾ, ഡീസൽ വില കൂടും. 2 രൂപ വീതം സെസ് ചുമത്തി. വൈദ്യുതി നിരക്കും കെട്ടിട നികുതിയും കൂടും. ഭൂമിയുടെ രജിസ്ട്രേഷൻ ചാർജിലും വർധന. ഇരുചക്ര വാഹനങ്ങളുടെയും കാറിന്റെയും വില കൂടും. പുതിയ വാഹനം വാങ്ങുമ്പോൾ നൽകേണ്ട ഒറ്റത്തവണ നികുതിയിൽ 2% വർധന. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളുടെ വൈദ്യുതി തീരുവ 5% കൂട്ടി. കോടതി ഫീസ് 1% വർദ്ധിക്കും. ഭൂമിയുടെ ന്യായവില 20% വർദ്ധിപ്പിച്ചു. കെട്ടിട നികുതിയിലും വർധന. ഒന്നിലധികം വീടുള്ളവർക്ക് അധിക നികുതി. മദ്യത്തിന് വില കൂടും. സാമൂഹ്യ സുരക്ഷാ സെസ് ചുമത്തി. ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയും. ഒറ്റത്തവണ നികുതി 1% കുറച്ചു. വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി രൂപ വകയിരുത്തി. നടപ്പു വർഷത്തേക്കാൾ സാമ്പത്തിക പ്രതിസന്ധി പ്രതീക്ഷിക്കുന്നുവെന്ന് ധനമന്ത്രി. സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനയില്ല. പെൻഷൻ തുക 1600 തുടരും. ക്ഷേമ വികസന പദ്ധതികൾക്ക് 100 കോടി അനുവദിച്ചു. കിഫ്ബി പദ്ധതികൾക്ക് ഇത്തവണ തുക വകയിരുത്തിയില്ല. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന. 971.71 കോടി രൂപ വകയിരുത്തി. നെൽകൃഷി വികസനത്തിന് 95.1 കോടി. നാളികേര വികസനത്തിന് 68.95 കോടി. നാളികേരത്തിന്റെ താങ്ങുവില 32 നിന്ന് 34 ആക്കി. റബ്ബർ സബ്സിഡി 600 കോടിയായി വർദ്ധിപ്പിച്ചു. മത്സ്യബന്ധന മേഖലയ്ക്ക് 321.31 കോടി രൂപ. ബോട്ടുകൾ ആധുനികവൽക്കരിക്കാൻ 10 കോടി. തീരദേശ വികസനത്തിന് 115.02 കോടി. പഞ്ഞമാസത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമാശ്വാസ സഹായം. ക്ഷീരഗ്രാമം പദ്ധതി വ്യാപിപ്പിക്കും. ക്ഷീരവികസനത്തിന് 114.76 കോടിയും മൃഗസംരക്ഷണത്തിന് 435 കോടിയും അനുവദിച്ചു. വന്യമൃഗ ഭീഷണി നഷ്ടപരിഹാരത്തിന് അധികമായി 20 കോടി. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ സംവിധാനമൊരുക്കാൻ 2 കോടി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം കിരൺ ബാബു ചേരും. നമസ്കാരം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ
തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിൽ ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യാവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂവിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും. ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3 മാസത്തിനോ 6 മാസത്തിനോ അധികമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള മുദ്രവില നിരക്ക് ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചെലവ് വർധനയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിൻ്റെ പേരിലാണ് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മുദ്രവില 5% നേരത്തെ കുറച്ചിരുന്നത്. ഇത് 5% 7% പുതുക്കി നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഭൂമിയുടെ ന്യായവില 2010 നിലവിൽ വന്നു. അതിനുശേഷം 5 തവണ പുതുക്കി. കഴിഞ്ഞ ബജറ്റിലും ന്യായവില വർദ്ധിപ്പിച്ചിരുന്നു. വിപണി മൂല്യവും ന്യായവില തമ്മിൽ അന്തരം നികത്താൻ വേണ്ടി ഇപ്പോൾ ന്യായവില 20% വർദ്ധിപ്പിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഈ ബജറ്റ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ വലിയ വില വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ പ്രാഥമിക പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ ഇവിടേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഈ നിയമസഭയുടെ മീഡിയ റൂമിൽ ഉണ്ടാകും. വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച വാർത്തകൾ തന്നെയാണ്. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേരള മാട്രിമോണി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള മാട്രിമോണിയിലുണ്ട് ലക്ഷക്കണക്കിന് പ്രൊഫൈലുകൾ. എല്ലാവരും ചൂസിയായിരിക്കാൻ. ജനത്തിന്റെ വയറ്റത്തടിച്ച KN ബാലഗോപാൽ. വിലക്കയറ്റത്തിൽ എണ്ണയൊഴിച്ച ബജറ്റ്.
പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ്. വാഹന നികുതി ഉയർത്തി. മദ്യത്തിനും വില കൂടും. ഭൂമിയുടെ ന്യായവില 20% കൂട്ടി. ഫ്ളാറ്റുകളുടെ വില ഉയരും. വൈദ്യുതി തീരുവയും കൂട്ടി. ജനകീയ പ്രഖ്യാപനങ്ങളില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനയില്ല. KSRTCക്ക് 131 കോടി മാത്രം. ലൈഫ് മിഷൻ പദ്ധതിക്ക് 1436 കോടി. റബ്ബർ കർഷകർക്ക് ആശ്വാസം. സബ്സിഡിക്ക് 600 കോടി രൂപ. നാളികേരത്തിന്റെ താങ്ങുവില 2 രൂപ കൂട്ടി. മത്സ്യബന്ധനത്തിന് 321.31 കോടി രൂപ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1773 കോടി രൂപ. ഉന്നത വിദ്യാഭ്യാസത്തിന് 816.79 കോടി. സൗജന്യ യൂണിഫോമിന് 140 കോടിയും ഉച്ചഭക്ഷണത്തിന് 344.64 കോടിയും. വന്യജീവി ആക്രമണം തടയൽ പദ്ധതിക്ക് 50.85 കോടി. ആക്രമണങ്ങൾ തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ തേടും. ആരോഗ്യ മേഖലയ്ക്ക് 2829 കോടി. നികുതി കൊള്ളയെന്ന VD സതീശൻ. ജനത്തിന്റെ നടുവൊടിക്കുന്ന ബജറ്റെന്ന് ചെന്നിത്തല. കിഫ്ബി നോക്കുകുത്തിയായതായി കുഞ്ഞാലിക്കുട്ടി. എല്ലാറ്റിനും കേന്ദ്രത്തെ പഴിച്ച് ബാലഗോപാൽ. ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ നികുതിയിലും ഫീസുകളിലും വർധന വരുത്തിയും സംസ്ഥാന ബജറ്റ്. ഇന്ധനവില 2 രൂപ വർദ്ധിപ്പിച്ചു. വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസിലും വർധനയുണ്ട്. ഭൂമിയുടെ ന്യായവില 20% കൂട്ടിയത്. മദ്യവില 20 മുതൽ 40 രൂപ വരെ കൂടി. ഒറ്റത്തവണത്തെ വാഹന നികുതിയിലും 2% വർധന വരുത്തി. അതേസമയം ക്ഷേമ പെൻഷൻ കൂടില്ല. 1600 രൂപ തന്നെയായി തുടരും. പെട്രോൾ കൂടാതെ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില 2010 നിലവിൽ വന്നു. അതിനുശേഷം ഇത് 5 തവണ പുതുക്കുകയുണ്ടായി. വിപണി മൂല്യവും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്തുവാൻ വേണ്ടി നിലവിലുള്ള ന്യായവില 20% വർദ്ധിപ്പിക്കും. വിവിധ കാരണങ്ങളാൽ വിപണി മൂല്യം വർദ്ധിച്ച പ്രദേശങ്ങളിലെ ഭൂമിയുടെ ന്യായവില 30% വരെ വർദ്ധിപ്പിക്കുന്നതിനായി 2022 ഫിനാൻസ് ആക്ടിലൂടെ നിയമനിർമ്മാണം നടപ്പിലാക്കിയ സാഹചര്യത്തിൽ അതുപ്രകാരം വർധനവ് വരുത്തേണ്ട മേഖലകളെ നിർണ്ണയിക്കുന്നതിനായി വിശദമായ പഠനം നടത്തി മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതാണ്. കുടിശ്ശികയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിന് നിലവിലുള്ള കോമ്പൗണ്ടിംഗ് പദ്ധതി ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാത്തതിനാൽ നിലവിലുള്ള പദ്ധതി 23-24 സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കുകയും കുടിശ്ശികയുള്ള കേസുകൾ തീർപ്പുകൽപ്പിക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്ത് 2010 ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നമ്പർ ലഭിച്ച 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റ്, അപ്പാർട്ട്മെന്റ് എന്നിവയ്ക്ക് മുദ്രവില 5% കുറച്ചിരുന്നു. നിലവിലുള്ള മുദ്രവില നിരക്കുകൾ കണക്കിലെടുത്ത് 5% എന്നത് 7% പുതുക്കി നിശ്ചയിക്കുന്നു. 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വില വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. 400 കോടി രൂപ ഇതിലൂടെ അധികമായി പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിനായി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കമ്പനിയാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് KSSPL. പെൻഷൻ സുഗമമായി നൽകുന്നതിനായി കമ്പനി നടത്തുന്ന താൽക്കാലിക കടമെടുപ്പ് സർക്കാരിന്റെ പൊതുകടമായി കേന്ദ്ര സർക്കാർ കണക്കാക്കുകയാണ്. ഇത് സർക്കാരിന്റെ അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുന്നു. ഈ തീരുമാനം വഴി സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. കേരളത്തിലെ സാധാരണക്കാരെ സഹായിക്കുന്ന ഈ മഹത്തായ പദ്ധതി ജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടി ശക്തമായി LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതി വിപുലീകരിക്കുകയും ദുരുപയോഗപ്പെടുത്തുന്നത് തടയുകയും ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാനത്തെ 50.66 ലക്ഷം പേർക്ക് പ്രതിമാസം 1600 രൂപ നിരക്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട്. സ്വന്തമായി വരുമാനമില്ലാത്ത ക്ഷേമനിധി ബോർഡുകളിലെ 6.73 ലക്ഷം അംഗങ്ങൾക്ക് സർക്കാർ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നു. വരുമാനമുള്ള ക്ഷേമനിധി ബോർഡിലെ 4.28 ലക്ഷം പേർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു. ഏകദേശം 62 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് 1600 രൂപ നിരക്കിൽ ഇത്തരം പെൻഷൻ ലഭിക്കുന്നത്. പുതുതായി വാങ്ങുന്ന 2 ലക്ഷം വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ 2% വർധനവ് വരുത്തുന്നു. ഇതുവഴി 92 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. പുതുതായി വാങ്ങുന്ന മോട്ടോർ കാറുകളുടെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളുടെയും നിരക്കിൽ താഴെ പറയുന്ന പ്രകാരം വർധനവ് വരുത്തുന്നു.
5 ലക്ഷം വരെയുള്ള വരെയുള്ളവയ്ക്ക് 1% വർധനവ്. 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വിലയുള്ളവർക്ക് 2% വർധനവ്. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. 30 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 1% വർധനവ്. ഇതുവഴി 340 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സജിത്ത, ഈ വില കൂടും കുറയും എന്നൊക്കെ നോക്കുമ്പോൾ ആകെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 1% നികുതി ഇളവുണ്ട് പുതുതായി വാങ്ങുമ്പോൾ. അല്ലാതെ മറ്റേതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്ന മറ്റേതെങ്കിലും പദ്ധതികൾ, പ്രഖ്യാപനങ്ങളോ ഉണ്ടോ? ഒന്നും തന്നെ ആ തരത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ജനജീവിതത്തെ ദുഷ്കരമാക്കുന്ന ജീവിത ചെലവ് ഏറ്റുന്ന നിരവധി തീരുമാനങ്ങളുണ്ട് താനും. അതാണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ പ്രത്യേകത. അതാണ് ബജറ്റ് പ്രഖ്യാപനം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നതിൻ്റെ കാരണവും. നിയമസഭയ്ക്ക് അകത്ത് തന്നെ പ്രതിപക്ഷം തുടങ്ങി വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിയമസഭയ്ക്ക് പുറത്തേക്ക് പൊതുവിടങ്ങളിൽ കോലം കത്തിക്കുക അടക്കമുള്ള വലിയ പ്രതിഷേധ പരിപാടികളുമായും അത് നീളുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഒരു അസാധാരണമായ ചില പ്രഖ്യാപനങ്ങളും നിർദ്ദേശങ്ങളും ഈ ബജറ്റിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം പുതിയ നികുതി നിർദ്ദേശങ്ങൾ, ചില ഫീസ് ഇനങ്ങളുടെ വർധനവൊക്കെ പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത 2 മേഖലകളിൽ കൈവെക്കാൻ ഈ ബജറ്റ് തയ്യാറായി എന്നതാണ് ശ്രദ്ധേയം. അതിലൊന്ന് പെട്രോളാണ്. കാരണം പെട്രോളിൽ 2 രൂപയുടെ ഒരു സെസ് ഏർപ്പെടുത്തിയതിലൂടെ വിഭവ സമാഹരണം നടത്തുക 750 കോടിയാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരമൊരു വിഭവ സമാഹരണം നടത്തുന്നതിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൂടിയാവാം സർക്കാർ ഇതിന് തയ്യാറായത്. ഒരുപക്ഷെ ആ രാഷ്ട്രീയ പ്രതിഷേധങ്ങളെയൊക്കെ നേരിടാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടാവാം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കാരണം ഇതുവരെ കേന്ദ്ര സർക്കാരിനെ പഴിചാരിയാണ് ഇന്ധനവില വർധനവിൽ കേരളത്തിലെ ഇടതുമുന്നണി നേതൃത്വമൊക്കെ നിന്നിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ സംസ്ഥാനം നേരിടുന്ന ഇന്ധന വില വർധനവ് പ്രശ്നത്തിൽ കേരളത്തിൻ്റെ തീരുമാനം, സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതിന് കാരണമാകുമെന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മറ്റൊന്ന് മദ്യമാണ്. മദ്യനികുതിയെയും ഒഴിവാക്കും എന്ന് പ്രതീക്ഷിച്ചതാണ് മദ്യവില വർധനവ്. പക്ഷേ അവിടെയും മാറ്റമുണ്ടാകുന്നു. 400 കോടിയാണ് ഈ പുതിയ നിർദ്ദേശത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന് പുറമെ വാഹന മേഖലയിലും കൈവച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമാകുന്നത് പ്രതിപക്ഷ നേതാവൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഇരുചക്ര വാഹന ഉപഭോക്താക്കളെ പോലും ബാധകമാവുന്ന രീതിയിലുള്ള നികുതി നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം പുതിയ ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കുറയ്ക്കുക എന്ന ചില നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും നിലനിൽക്കുമ്പോഴും വിപണിയിലും നിരത്തിലും ഇപ്പോഴും കൂടുതൽ പെട്രോൾ വാഹനങ്ങളാണ്, അല്ലെ പെട്രോൾ ഡീസൽ വാഹനങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഉപഭോക്താക്കളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനമായി അത് മാറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പൊതുവായ ധനസ്ഥിതി ആവണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ, ഇത്തരം നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ ആ തീരുമാനമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിഷേധം ചെറുതല്ല. ഇനി അങ്ങോട്ട് ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കുമായിരിക്കും സംസ്ഥാനം വേദിയാവുക. BJP ആവട്ടെ, UDF ആവട്ടെ ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ തുടക്കമിട്ട് കഴിഞ്ഞു. ഈ പ്രക്ഷോഭങ്ങളെ എങ്ങനെ രാഷ്ട്രീയമായി ന്യായീകരിക്കുമെന്നതാവും ഇടതുമുന്നണി നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി. സജിത്ത്, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് തെരഞ്ഞെടുപ്പ് വർഷമല്ല, അടുത്ത വർഷം മുതൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനുള്ള വർഷങ്ങളാണ്. ഇപ്പോൾ പരമാവധി സർക്കാരിന് കഴിയുന്നത് തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു വർഷം ഇതാണ്. അത്തരമൊരു രാഷ്ട്രീയം കണ്ടു തന്നെ ആവുമോ ഇപ്പോൾ ഈ എടുക്കാനുള്ള കടുത്ത തീരുമാനങ്ങളെല്ലാം, അല്ലെങ്കിൽ പരമാവധി സർക്കാരിൻ്റെ സമ്പത്ത് സമാഹരിക്കാനുള്ള മേഖലയെല്ലാം ഈ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയത്? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു സാധ്യതയാണ്. പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ല. അതേസമയം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത്തവണത്തെ ബജറ്റ് പലതുകൊണ്ടും നിർണായകമായിരുന്നു. കാരണം ഇനിയൊരു സമ്പൂർണ്ണ ബജറ്റ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. അതുകൊണ്ടുകൂടി ഇത്തവണ തെരഞ്ഞെടുപ്പ് വർഷം എന്ന പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ആ തരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സാഹചര്യം മറ്റൊന്നാണ്. ഇനിയും സമ്പൂർണ്ണ ബജറ്റുകൾ അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ അത്തരം സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഇനിയും ഒരു അവസരം തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങൾക്കുണ്ട് എന്ന സാധ്യത മുന്നിൽ കണ്ടുകൂടി ആവണം സർക്കാർ ഒരുപക്ഷെ ഇത്തരം നീക്കത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് അല്പം ജനക്ഷേമമല്ലാത്ത അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഇടവെക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്തവണ ഒരു ഉചിതമായ സമയമായി കണ്ടിട്ടുണ്ടാവാം. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനം കൂടി ഈ ഇത്തരം നീക്കത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവാം. ശരി, നമുക്ക് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇതിനകത്ത് എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട വില കൂട്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സൈത്ത് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയാവുന്ന വിഷയം പിന്നീട് റബ്ബർ മേഖലയ്ക്ക് നീക്കിവെച്ച പണം, അതോടെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എങ്ങനെയാണ് ഇത്തരം മേഖലകളെ പ്രധാനമായും ഈ ബഡ്ജറ്റ് കാണുന്നത്?
കിരൺ, തീർച്ചയായിട്ടും ഒരു വശത്ത് ഒരു പ്രഹരമേറ്റിരിക്കുന്നു പൊതുജനങ്ങൾക്ക് ഇത്തവണത്തെ 2022-23 ഈ വർഷത്തെ ഈ സാമ്പത്തിക ബജറ്റിൽ കൃത്യമായ ഒരു പ്രഹരം അത് പൊതുജനങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോഴും ഏതാനും ചില മേഖലകളിലേക്ക് സർക്കാർ വലിയ തരത്തിൽ ശ്രദ്ധ ഊന്നിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായി തന്നെ ഈ കാർഷിക മേഖലയിലും അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ചില പദ്ധതികൾ എടുത്തു പറയേണ്ടി വരും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൃഷിയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 971 കോടി രൂപ ആ കൃഷി മേഖലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത് മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് ഏതാണ്ട് 321 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അതോടൊപ്പം തന്നെ ഈ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1055 കോടി രൂപ നഗരവികസനത്തിനായും നഗരവൽക്കരണത്തിനായി 100 കോടി രൂപയും അതോടൊപ്പം തന്നെയാണ് വ്യാവസായിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി 1000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യം. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായും വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുഴുവനായും വലിയൊരു തുക തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസന പദ്ധതിക്കായിട്ട് 1773 കോടി രൂപയാണ് കൃത്യമായി ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി മാത്രം 816 കോടി രൂപ, അതോടൊപ്പം പുതിയ നഴ്സിംഗ് കോളേജുകൾ അടക്കം അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് താനും. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന 64,006 കുടുംബങ്ങളെ ആ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. 50 കോടി രൂപയാണ് ബജറ്റിൽ അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ജനകീയ പദ്ധതിയായി, അതായത് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി, ഏറെ ആക്ഷേപങ്ങൾക്കിടയിലും അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ തന്നെയായിരുന്നു. അതിന് പ്രകാരം ഏതാണ്ട് 3,22,922 വീടുകൾ ഇതിനോടകം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി തന്നെ സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 71,861 വീടുകൾ കൂടി ഈ ബജറ്റിൽ അത് പദ്ധതി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ 1436 കോടി രൂപ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭവന നിർമ്മാണത്തിന് വേണ്ടി മാത്രം ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ വ്യാപകമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഇന്ധന നികുതി കൂട്ടിയതിൽ അടക്കം ഉയർന്നു വരുമെങ്കിലും അതിനെയൊക്കെ ഇത്തരത്തിലുള്ള ജനകീയ പദ്ധതികൾ തങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പാവപ്പെട്ടവരുടെ വികസനത്തിനും ഉദ്ധാരണത്തിനുമായി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉദ്ധാരണത്തിനായി കൃത്യമായി ബജറ്റിൽ നീക്കിയിരിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന ഒരു പ്രതിരോധം തീർത്തുകൊണ്ടായിരിക്കും സർക്കാർ അതിനെ നേരിടുക. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി പട്ടികജാതി വികസനത്തിന് വേണ്ടി അടക്കം 2,979 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത് സർക്കാർ ഒരു ആയുധമായി തന്നെ, അത് പ്രതിരോധത്തിനുള്ള ആയുധമായി തന്നെ പ്രചരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കിരൺ. ശരി, ഡാൻ ദയവായി തുടരുക. നമുക്ക് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട്. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശത്തിനെതിരെ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം. കഴിഞ്ഞ 6 വർഷത്തിനിടെ നടത്തിയ ഏറ്റവും വലിയ നികുതി കൊള്ളയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്. ധനപ്രതിസന്ധിയെ മറച്ചുവെച്ച് നികുതി കൊള്ള നടത്തുകയാണ്. 1 രൂപ പോലും ചെലവാക്കാനാവാത്ത പ്രഖ്യാപനങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. അതിന്റെ പേരിൽ നികുതി കൊള്ള നടത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ കിഫ്ബിക്ക് വേണ്ടിയിട്ടാണ് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ കൊള്ളയടിക്കുന്ന നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇനത്തിൽ വരുന്ന നികുതിയാണ് കിഫ്ബിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ കിഫ്ബിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്ന ബൈക്കുകാരെ പോലും വെറുതെ വിട്ടിട്ടില്ല. എല്ലാതരം വാഹനങ്ങളെയും ഉപയോഗിക്കുന്ന എല്ലാവരെയും, കാരണം സംസ്ഥാന സർക്കാരിന് കൈവയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് മോട്ടോർ വെഹിക്കിൾ. അവിടെ എല്ലാ ബൈക്കുകാരെ വരെ കൊള്ളയടിക്കുന്ന തരത്തിലുള്ള നികുതി ഏർപ്പാടാണ്. അത് കിഫ്ബിക്ക് പണം ഉണ്ടാക്കാൻ. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്നുള്ള പേരിൽ മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും കൂടി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ നടുവടിക്കുന്ന ബജറ്റ് എന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. 2 രൂപ ഇന്ധന സെസ് അംഗീകരിക്കാനാകില്ല. കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനും ഒരേ നയമാണ്. ജനവിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബഡ്ജറ്റാണ്. എല്ലാത്തിനും നികുതി കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ അതിന്റെ മുകളിലാണ് ഈ വൻതോതിലുള്ള വർധന, വൈദ്യുതി വർധനവ്, കുടിവെള്ളത്തിന് വർധനവ്, അതിപ്പോ പെട്രോളിനും ഡീസലിനും വില വർധനവ്, വീടിന് നികുതി, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി എന്ത് ന്യായമാണ്? ബജറ്റിനെ കുറിച്ച് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. വില അടിക്കടിക്ക് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. പിന്നെ
എന്താക്കുന്ന പൊതുജനങ്ങൾ എന്താക്കുന്ന സമരം എന്താ ചെയ്യണം. ആരും ഒന്നും പറയുന്നില്ല, അതിനു വേണ്ടി ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും ഒന്നാകെ പറഞ്ഞെങ്കിൽ നടക്കും. ഇപ്പം ആരും നമ്മളെ പോലെ പൊതുജനങ്ങളൊന്നും പറഞ്ഞാൽ എന്ത് കാര്യമില്ല. ഇപ്പം തന്നെ നമുക്ക് ഒരു ദിവസം ഓടുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താക്കുന്നറിയില്ല. ഇനിയിപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വണ്ടി മറ്റെടുത്തിട്ട് ഓടേണ്ടി വരും. നമുക്ക് എന്തുകൊണ്ടും ദോഷം ചെയ്യുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാർ കൂട്ടിയതാണ് ഒരു ഓൾറെഡി. അതുകൂടി പിന്നെ കേരളം സഹായിക്കണമെങ്കിൽ അവരെ ടാക്സ് ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. കേരളം എടുക്കുന്ന ടാക്സിൽ നിന്ന് കുറയ്ക്കേണ്ടടുത്ത് കൂട്ടുന്ന ജനങ്ങളെ കൂടുതൽ പ്രയാസങ്ങളിലുണ്ടാക്കും. ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഒരു തരത്തിലൊരു ചെറിയ ആശ്വാസം എന്ന് പറയാം. ഈ വിമാനയാത്ര കൂലി ചില ഘട്ടങ്ങളിൽ വല്ലാതെ ഉയരാറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പ്രധാനമായും ഈ ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുന്നതിന് അവരുടെ ശമ്പളത്തെക്കാൾ വലിയ തുകയൊക്കെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഈ ഒരു 15 കോടി രൂപയുടെ ഒരു കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. ആ പദ്ധതി സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ ഈ പ്രവാസികളുടെ അതായത് അവർ സാധാരണയായി സംസ്ഥാനത്തേക്ക് എത്തുന്നു, സീസണുകളിൽ എത്തുന്നു. ആ സീസൺ സമയത്ത് വലിയ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ജനദ്രോഹപരമായ നടപടികൾ പലപ്പോഴും അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. അത് സംബന്ധിച്ച വ്യാപകമായ പരാതികൾ പല ഘട്ടങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിൽ ഈ ഒരു 15 കോടി രൂപയുടെ പാക്കേജ് ഈ പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത്, മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു പരിമിതമായ തുക കൊണ്ട് മാത്രം, അതായത് കേരളത്തിലേക്ക് കിട്ടുന്ന നമുക്ക് ലഭ്യമാകുന്ന വരുമാനത്തിൽ വലിയ തോതിൽ ഈ ഗൾഫ് മേഖലകളിൽ നിന്നടക്കമുള്ള പ്രവാസികളുടെ വരുമാനം അത് കൃത്യമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDPയെ സ്വാധീനിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള വരുമാനം കിട്ടാറുണ്ട്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതിന് ആനുപാതികമായി നോക്കുമ്പോൾ ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്ന തുക അത്ര കണ്ട് പര്യാപ്തമാണ് എന്ന് തോന്നുന്നില്ല. പക്ഷേ അല്പം ഒരു ആശ്വാസം അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. ഡാൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ ഈ ഒരു കേരളത്തിലെ തിയേറ്ററുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ആപ്പ് തുടങ്ങുന്നു എന്ന് പറയുന്നു. സാധാരണ ഇതിലിപ്പോൾ പല തിയേറ്ററുകളിലും ബുക്കിംഗ് ഒക്കെ പ്രൈവറ്റ് ആപ്പ് വഴിയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ആപ്പുകാർ തന്നെ ഓരോ ടിക്കറ്റിന് വലിയ തുകയാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ബദൽ സംവിധാനം എന്ന ഒരു സർക്കാർ സംവിധാനത്തിലൂടെ ബദൽ എന്ന രീതിയിൽ കൂടിയാണോ അത്തരമൊരു പദ്ധതിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ മുതൽ തന്നെ തുടങ്ങിയതായിരുന്നു. കാരണം ഈ OTT പ്ലാറ്റ്ഫോമുകളിലടക്കം ഈ ചലച്ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അത് പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സമാന്തരമായ രീതിയിലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു വന്നതും അവർ അതിന് ഒരു മൊണോപ്പൊളിക്കായിട്ടുള്ള രീതിയിൽ ഒരു നികുതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണം ഈടാക്കുന്നത് കൃത്യമായി വിവേചനങ്ങളൊന്നുമില്ലാതെ അത്തരത്തിൽ തുക ഈടാക്കുന്നതൊക്കെ വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനെ ഒരു കൗണ്ടർ ചെയ്യുക എന്ന ഒരു, അല്ലെങ്കിൽ അതിനെ ഒരു നിയന്ത്രിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാകണം അത്തരത്തിൽ ഈ ആപ്പുകൾ തുടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷേ അത് അത്തരം പദ്ധതികൾ അത് നടപ്പിലാക്കി വരുമ്പോൾ മാത്രമേ എത്രത്തോളം പ്രായോഗികമായിട്ടത് വിജയിക്കുമെന്ന കാര്യം പറയാൻ കഴിയൂ. അതുകൊണ്ട് ഒരു കേവലം ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ അത് ഏത് തരത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയൂ എന്ന കാര്യമടക്കം വ്യക്തത ഉണ്ടാകുകയുള്ളൂ. കിരൺ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വാഹനങ്ങളുടെ, പുതിയ വാഹനങ്ങളുടെ നികുതി സംബന്ധിച്ചാണ്. വാഹനങ്ങൾ, കാറുകൾക്ക് മാത്രമല്ല ബൈക്കിനും ഇരുചക്ര വാഹനങ്ങൾക്കടക്കമാണ് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നത്. അത് അവർക്ക് അങ്ങനെ വാങ്ങാൻ ശേഷിയുള്ളവർ മാത്രമാവില്ല, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വാഹനം ആവശ്യമാണെന്നതൊക്കെ കൊണ്ട് അടക്കം വാങ്ങുന്നവരുണ്ട്. ഈ കാറിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ 5 ലക്ഷം വരെയുള്ള കാറിന് 1% നികുതി വർധനവ്. 5 ലക്ഷത്തിന് താഴെയുള്ള കാർ എന്ന് പറയുന്നത് 800cc കാർ മാത്രമാണ് ഉണ്ടാവുക. അതിനുശേഷം 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള കാറുകളുടെ നികുതി വർധനവ് 2%. പക്ഷേ 15 ലക്ഷത്തിന് മുകളിലേക്കുള്ള 2 സ്ലാബിലും നികുതി വർധനവ് എന്ന് പറയുന്നത് 1% മാത്രമാണ്. അപ്പോൾ മഹാഭൂരിപക്ഷം പേരും വാങ്ങുന്ന, അല്ലെങ്കിൽ ഇടത്തരക്കാരോ അല്ലെങ്കിൽ സാധാരണക്കാരോ ഒക്കെ വാങ്ങുന്ന മേഖലയിലാണ് ഏറ്റവും വലിയ നികുതി ഇട്ടിരിക്കുന്നത്. അതിന് മുകളിലേക്കുള്ള കാർ വാങ്ങുന്ന 15 ലക്ഷത്തിന് മേൽ 20 ലക്ഷമോ 25ഓ 30ഓ ഒക്കെ ലക്ഷം കൊടുത്ത് വാങ്ങുന്നവർക്ക് 1% എന്നുള്ളതാണ് നികുതി വർധന. അത് ഈ പ്രാക്ടിക്കൽ എന്നുള്ള ഒരു വിഷയം വെച്ച് മാത്രമുള്ള തീരുമാനം ആണോ? സാധാരണഗതിയിൽ ഒരു ഇടതു സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഉയർന്ന വരുമാനമുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ സമ്പന്നർക്ക് കൂടുതൽ നികുതി, അല്ലാത്തവർക്ക് കുറച്ച് നികുതി എന്നുള്ള ആ ഒരു പോളിസിക്ക് തന്നെ എതിരല്ലേ ഇത്?
കിരൺ, അവിടെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതായത് ഈ സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏത് വിധേനയും സർക്കാരിൻ്റെ വരുമാനം, അതായത് നികുതിയേതര വിഭാഗങ്ങളിലൂടെ സർക്കാരിൻ്റെ ആ ഒരു വിഭവ സമാഹരണം അത് ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ്. കാരണം 2020-21 വർഷത്തിൽ 1.90 ലക്ഷം കോടിയായിരുന്നു നമ്മുടെ പൊതുകടമെങ്കിൽ ആ പൊതുകടം ഇപ്പോൾ 2.90 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പൊതുകടം ഉയരുകയും അതിനെതിരായി പ്രതിപക്ഷ കക്ഷികളടക്കം 4 ലക്ഷം കോടിയിലേക്ക് പൊതുകടം ഉയരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ ഇനിയൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2024 സ്വാഭാവികമായി അതിന് തൊട്ടു മുമ്പായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ നികുതി അമിതമായി ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിന് തൊട്ടു മുമ്പുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഈ സമയത്ത് പരമാവധി വരുമാനം വിഭവ സമാഹരണത്തിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി കൃത്യമായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മേഖലകൾ, അതായത് നമുക്കറിയാം ഇന്ധന വില വർധനവ് അത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു, ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു, അത് എല്ലാ മേഖലകളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ മദ്യം, അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കിരൺ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. കാരണം ഈ 5 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് 1%, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന 5 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലുള്ള വാഹനങ്ങൾക്ക് 2% നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് പരമാവധി വിഭവ സമാഹരണം നികുതി വരുമാനത്തിലൂടെ 70,000 കോടി രൂപയാണ് ഇത്തരത്തിൽ നികുതി ഇനത്തിൽ മാത്രം ഈ ഒരു സാമ്പത്തിക വർഷം വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപഭോക്താക്കൾ ഉള്ള ഈ 5 ലക്ഷത്തിനും 15 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള വാഹനങ്ങൾക്ക് 2% നികുതി ഈടാക്കാനുള്ള സർക്കാരിന്റെ തന്ത്രപരമായ നീക്കം. ശരിക്കും തെരഞ്ഞെടുപ്പില്ല എന്നതുകൊണ്ട് തൽക്കാലം തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇളവുകൾ നൽകാൻ വേണ്ടി ഇപ്പോൾ പരമാവധി പണം ശേഖരിക്കുക, അങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രമായി കൂടി നമുക്കിതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതിനൊക്കെ അപ്പുറത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വരുമ്പോൾ ശമ്പളത്തിന് വേണ്ടി 40,051 കോടി രൂപയും പെൻഷന് വേണ്ടി അതിൻ്റെ പകുതിയിലേറെ തുകയും 28,240 കോടി രൂപയുമാണ് സർക്കാരിന് ഒരു വർഷം ചെലവഴിക്കേണ്ടി വരുന്നത്. സബ്സിഡി ഇനത്തിൽ 2,190 കോടി രൂപയാണ്. ഈ ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും നൽകേണ്ടി വരുന്ന സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ മേജർ ചങ്കും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണോ ഈ സർക്കാരിന് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വർധന വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് തള്ളിവിടുന്നത്? കിരൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിഭവ സമാഹരണത്തിനായി നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഈ 2 മാർഗങ്ങളാണ് മാർഗങ്ങളിലൂടെയാണ് സർക്കാരിന് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ GST പദ്ധതി അത് പുനരാവിഷ്കരിക്കാൻ വൈകിയതിലൂടെ 20,000 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏകദേശ വിലയിരുത്തൽ ഈ 5 വർഷത്തിനിടയിൽ. പക്ഷേ അത് 3 ആയി തിരിച്ചുകൊണ്ട് GST വകുപ്പിനെ കൃത്യമായി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സർക്കാർ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നതിന് കാലതാമസമെടുക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ചെലവ് കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്, അഥവാ ആവർത്തന ചെലവാണ്. ആവർത്തന ചെലവിലാണ് ഏറ്റവും കൂടുതൽ കിരൺ നേരത്തെ സൂചിപ്പിച്ച ശമ്പളവും പെൻഷനും ഒപ്പം തന്നെ പൊതുകടത്തിന്റെ പലിശയും അടക്കമുള്ള കാര്യങ്ങൾ ഈ ആവർത്തന ചെലവിലാണ്. സംസ്ഥാനത്തിന്റെ ആകെയുള്ള വരുമാനത്തിന്റെ ഏതാണ്ട് 75% മുതൽ 80% വരെ തുക ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെക്കേണ്ട അനിതര സാധാരണമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് വ്യക്തമാക്കുന്നതാണ് ശമ്പളത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് 40,051 കോടി രൂപയും പെൻഷന് വേണ്ടി മാത്രം 28,240 കോടി രൂപയും സബ്സിഡികൾക്കായി 2,190 കോടി രൂപയും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം. അതായത് നമുക്ക് ആകെ ഉള്ള റവന്യൂ വരുമാനം എന്ന് പറയുന്നത് 1,35,419 കോടി രൂപയാണ്. അതിൻ്റെ ഒരു സിംഹഭാഗവും ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള തുക എത്രയാണ്? നമുക്കറിയാം. ആ ഒരു ബാക്കി വരുന്ന തുക കൊണ്ട് ഇത്തരത്തിലുള്ള സ്വപ്ന പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന വലിയൊരു ആശങ്ക ഉയർത്തുന്ന, വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യമാണ് സർക്കാരിന് മുമ്പിൽ ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ബാക്കിയാകുന്നത്. ശരി, നമുക്ക് കോഴിക്കോട് നിന്നും ജനങ്ങളുടെ പ്രതികരണവുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്, അതുകൂടി കാണാം. സംസ്ഥാന ബജറ്റിൽ സെസ് ഏർപ്പെടുത്തിയതോടെ 2 രൂപയാണ് ഇന്ധനത്തിന് കൂടുക. പെട്രോളിന് 2 രൂപയും ഡീസലിന് 2 രൂപയുമാണ് കൂടുക. അതിൽ കാര്യമായി തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലിറ്ററിനാണ് 2 രൂപ കൂടുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവാം. എല്ലാം തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്.
അതിൻ്റെ കൂടെ എന്ത് ചെയ്യാനാ ഇപ്പം അനുഭവിക്കാൻ? ഇതുവരെ ഇപ്പം കൂടിയിട്ട് ആർക്കും ഒരു പ്രതികരണമില്ല, ഒന്നുമില്ലല്ലോ. നമ്മുടെ കാശ് പോകുന്നല്ലാണ്ട് എന്താ അഭിപ്രായം? കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്. ആളുകൾ അതിനോട് ജോയിൻ്റായി. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10 പൈസയെന്ന് പറയുമ്പോൾ ആൾ വണ്ടി വിറ്റുകൊണ്ടിരിക്കുക. ഇപ്പം ആളുകൾ അതിലേക്കല്ല ചിന്ത, ഓടുക. കുറേ ആയിട്ട് കുറയുന്നൊന്നുമില്ലല്ലോ, ഒരേ റേറ്റ് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഡെയിലി ഞങ്ങൾ കളക്ഷൻ പോകുന്നതാണ്, ഡെയിലി അടിക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. വില കൂടിയാൽ ഇനിയും ബാധിക്കുകയുള്ളൂ. ഇന്ധനവില ഇപ്പം കൂടാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്ധനവിലയായിട്ട് ഒരുവിധം ജനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയി. കാരണം ഇത്ര നാളായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ ചെയ്യപ്പോൾ ഇങ്ങനെ കൂടിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ് ബുദ്ധിമുട്ടിലാവുക. നമ്മള് ബൈക്കും കാര്യങ്ങളൊക്കെ പോണേ. അപ്പോൾ എന്താ ചെയ്യപ്പോൾ ഇത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇനിയും കൂടൂലേ? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യം. ജനങ്ങളുടെ പ്രതികരണം ഇതാണ്. കാരണം ഇത് കാര്യമായി തന്നെ ആളുകളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2 രൂപ ഒരു ലിറ്ററിന് പെട്രോളിനും ഡീസലിനും കൂടുകയാണെങ്കിൽ അത് നമ്മളുടെ കുടുംബ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിക്കും. ഒപ്പം തന്നെ മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു ആശങ്കയാണ് ഇപ്പോൾ യാത്രക്കാർ നമ്മോട് പങ്കുവച്ചത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അടുത്ത കാലത്തായി ഈ കേരളത്തിലേക്ക് ജനങ്ങൾ വസിക്കുന്ന മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുകയും അത് സ്ഥിരമായി തന്നെ ഇറങ്ങുകയും അത് കൃഷിയും അവരുടെ ജീവനൊക്കെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്ന രീതിയിലേക്ക് നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണേണ്ടതാണ്. അതിനുവേണ്ടി ഒരു 50 കോടി രൂപ ഇപ്പോൾ നീക്കിവെച്ചിട്ടുണ്ട്. ആ പദ്ധതി എന്താണ്, ഏത് തരത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സംബന്ധിച്ച വിശദീകരണങ്ങൾ ബഡ്ജറ്റ് പ്രസംഗത്തിലില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ പരിഗണനയിലുള്ളതായി നമുക്ക് സൂചനകളുണ്ടോ? അതായത് ഈ വയനാട്, ഒപ്പം തന്നെ വയനാട്, ഇടുക്കി, പിന്നെ കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ, വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന തരത്തിലുള്ള നിരന്തരമായ പരാതികൾ ഒക്കെ ഉയരുന്ന അല്ലെങ്കിൽ അത് വാർത്തകളിൽ ഇടം പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് നമുക്കറിയാം. കാട്ടാന ശല്യം ഒരു ദേശത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന സാഹചര്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വടക്കൻ ജില്ലകളിൽ നിലനിൽക്കുകയുമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി, ഈ മനുഷ്യ വന്യജീവി പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി, അതായത് 50.85 കോടി രൂപയാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെൻസിങ് അടക്കമുള്ള, അതായത് ഈ സോളാർ ഫെൻസിങ് പോലെയുള്ള നടപടികൾ, അതായത് ശബരിമലയിൽ ഉൾപ്പെടെ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. വനമേഖലകളിൽ പരമ്പരാഗത കാനനപാതയിൽ ഈ തീർത്ഥാടകർക്ക് നടന്ന് സുഗമമായി എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സോളാർ ഫെൻസിങ് ഈ വലിയ ഈ കാട്ടാന ശല്യമുള്ള മേഖലകളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് 50.85 കോടി രൂപ അതിനുവേണ്ടി വക മാറ്റിയിരിക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും മറ്റ് പദ്ധതികൾ, അതായത് ഈ സോളാർ ഫെൻസിങ് മാത്രമായിരിക്കില്ല, അതിന് പുറമെ മറ്റു ചില പദ്ധതികൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ധനവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും നമുക്ക് ഇതിനോടകം ലഭ്യമായിട്ടില്ല. കിരൺ, ഈ ബജറ്റിൽ മറ്റൊരു പോസിറ്റീവ് വശമായി കാണാവുന്നത് 3 പിന്നാക്കം നിൽക്കുന്ന ജില്ലകൾ വയനാട്, ഇടുക്കി, അതോടൊപ്പം തന്നെ കാസർഗോഡ്, ഈ 3 ജില്ലകളുടെ വികസനത്തിന് വേണ്ടി ഓരോ ജില്ലയ്ക്കും 75 കോടി രൂപയുടെ ഒരു പാക്കേജ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കാലമായി ഈ ജില്ലകളുടെ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി അവിടുത്തെ ആശുപത്രി സൗകര്യത്തിലെ വലിയ രീതിയിലുള്ള കുറവ്, മറ്റ് വികസന പദ്ധതികളുടെ കുറവ്, യാത്രാ സൗകര്യത്തിലെ പ്രയാസമൊക്കെ ചൂണ്ടിക്കാട്ടി പല തവണയും നിരന്തരം ഉന്നയിക്കുന്നതാണ്. അതിന് ഒരു പരിഹാരം, ഒരു അളവ് വരെയെങ്കിലും പരിഹാരമാവും ഈ 75 കോടിയുടെ പാക്കേജ് വീതം 3 ജില്ലകൾക്ക് അനുവദിച്ചത് എന്ന്. അതിനെ ഒരു മേമ്പൊടി എന്നല്ലേ പറയാൻ കഴിയൂ. കാരണം ആകെ 215 കോടി രൂപയെ ഈ 3 ജില്ലകൾക്കും കൂടി അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ 75 കോടി രൂപ വീതം ഈ 3 ജില്ലകളിൽ ഓരോ ജില്ലയ്ക്കുമായി അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം പര്യാപ്തമാണ്. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഈ പുനരധിവാസ പാക്കേജ് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് ഉണ്ടാക്കാനിടയുള്ള വലിയ ചെലവുണ്ട്, പദ്ധതി ചെലവുണ്ട്. അതിന് ഈ 75 കോടി ഒരു ജില്ലയ്ക്ക് എന്ന് പറയുന്നത് എത്ര കണ്ട് പര്യാപ്തമാണ് എന്ന് അത് ചർച്ചകൾക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു. ആകെ 215 കോടി രൂപയെ ഈ 3 ജില്ലകൾക്ക് വേണ്ടിയും അനുവദിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഈ നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബജറ്റിലെ പദ്ധതികൾക്ക് പുറമെ
ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില ജനക്ഷേമ പദ്ധതികൾ കൂടി നടപ്പിലാക്കാൻ ഇടയുണ്ട്. പക്ഷെ അത് എപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിന് മുന്നോടിയായിട്ടാണ്, ഒരു തുടക്കമായിട്ട് മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പുനരധിവാസ പാക്കേജിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. കിരൺ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്, സ്വപ്ന പദ്ധതിയായി തന്നെ അവർ അവതരിപ്പിച്ചാണ് കെ ഫോൺ പദ്ധതി. ആ കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി വീണ്ടും ഒരു 100 കോടി രൂപ വീതവും അതോടൊപ്പം തന്നെ സൗജന്യമായി കുറേ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് സൗജന്യമായി വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കാൻ വേണ്ടി ഒരു 2 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഈ കെ ഫോൺ പദ്ധതിയുടെ ഒരു അവസാന ഘട്ടത്തിൽ കൂടിയാണല്ലോ ഇത്. ഈ സർക്കാരിൻ്റെ ഈ ബജറ്റിന്റെ കാലയളവിൽ തന്നെ യാഥാർത്ഥ്യമാവുന്ന ഒരു അവസ്ഥയിലാണോ നിൽക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഈ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികളെ, അതായത് സർക്കാരിൻ്റെ ഡ്രീം പ്രോജക്റ്റുകളായിരുന്നു സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, അതായത് ഈ സാങ്കേതിക രംഗത്ത് കേരളത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും എന്ന് വിദഗ്ധർ സർക്കാരിന് ഉപദേശം നൽകിയ ഒരു പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയൂന്നുന്നത് അത് സംസ്ഥാനത്തിൻ്റെ ഒരു സാങ്കേതിക രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ LDF സർക്കാരിന് കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു പൊതുപ്രചരണത്തിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരത്തിൽ കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി 100 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഇതുമായി ബജറ്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വന്യജീവി ആക്രമണം തടയാൻ പദ്ധതിയുണ്ട്. നഷ്ടപരിഹാരത്തിനടക്കമുള്ള പദ്ധതികൾക്കായി 50.85 കോടി രൂപയാണ് നീക്കിവെച്ചത്. ആക്രമണങ്ങൾ തടയാൻ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ തേടും. മനുഷ്യജീവനും ഉപജീവന മാർഗവും സംരക്ഷിക്കപ്പെടണമെന്നാണ് സർക്കാർ നയമെന്നും ധനമന്ത്രി പറഞ്ഞു. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യജീവനും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടുന്ന ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും സർക്കാർ അടിയന്തരമായി തേടും. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ താൽക്കാലികമായി ശക്തിപ്പെടുത്തുന്നതിനും രൂപീകരിക്കുന്നതിനും പദ്ധതി തുകയായ 30.85 കോടി രൂപ ഉൾപ്പെടെ അതിൽ നിന്ന് അധികമായി 20 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 50.85 കോടി രൂപ ഈ മേഖലയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബജറ്റ് വിശകലനങ്ങൾ തുടരും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000
രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിന് ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യാവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂയിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും. ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3 മാസത്തിനോ 6 മാസത്തിനോ അധികമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള മുദ്രവില നിരക്ക് ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചെലവ് വർധനയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിൻ്റെ പേരിലാണ് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മുദ്രവില 5% നേരത്തെ കുറച്ചിരുന്നത്. ഇത് 5% 7%മായി പുതുക്കി നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഭൂമിയുടെ ന്യായവില 2010 നിലവിൽ വന്നു. അതിനുശേഷം 5 തവണ പുതുക്കി. കഴിഞ്ഞ ബജറ്റിലും ന്യായവില വർദ്ധിപ്പിച്ചിരുന്നു. വിപണി മൂല്യവും ന്യായവില തമ്മിൽ അന്തരം നികത്താൻ വേണ്ടി ഇപ്പോൾ ന്യായവില 20% വർദ്ധിപ്പിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഈ ബജറ്റ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ വലിയ വില വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ പ്രാഥമിക പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ ഇവിടേക്ക് ബജറ്റ് സംബന്ധിച്ച വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയരുകയാണ്. കേന്ദ്ര സർക്കാരിനെ ഇന്ധന വില വർധനവിൻ്റെ പേരിൽ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്ന ഒരു സർക്കാർ തന്നെ ഇപ്പോൾ ഇന്ധനത്തിന് 2 രൂപ ലിറ്ററിന് സെസ് ഏർപ്പെടുത്തിയതിനെതിരെയാണ് സാധാരണ ജനങ്ങൾ നടക്കം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ അധിക ജീവിത ചെലവിന് വഴിയൊരുക്കുന്ന ബജറ്റ് എന്ന വിമർശനമാണ് ഉയരുന്നതെങ്കിലും വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി രൂപ നീക്കിവെച്ചത് ഒരു പരിധിവരെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു നീക്കം തന്നെയാണ്. പ്രതിസന്ധിയുടെ കാലത്ത് കാർഷിക, ആരോഗ്യ, മത്സ്യബന്ധന മേഖലകൾക്ക് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഒരു പരിധിവരെ കൈത്താങ്ങാകും. മേക്ക് ഇൻ കേരള വികസിപ്പിക്കുമെന്നുള്ള തീരുമാനവും ഒരു പരിധിവരെ സാധാരണ ജനങ്ങൾക്ക് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും സമസ്ത മേഖലയെയും സ്പർശിച്ചുള്ള ബഡ്ജറ്റ്. സാമ്പത്തിക മാന്ദ്യം പ്രവചിക്കുന്ന 2023-24 വർഷം വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടാതിരിക്കാൻ വിപണി ഇടപെടലിന് ബഡ്ജറ്റിൽ നീക്കിവെച്ചത് 2000 കോടി. പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് ആശ്വാസമായി റബ്ബർ സബ്സിഡിക്കുള്ള ബഡ്ജറ്റ് വിഹിതം 600 കോടിയാക്കി ഉയർത്തി. ആഭ്യന്തര ഉൽപാദനവും തൊഴിലവസരങ്ങളും ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ കേരളയ്ക്ക് ഈ വർഷം 100 കോടി രൂപ നീക്കിവെച്ചു. സർ, വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത സംരംഭക വർഷം പദ്ധതി, സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾ എന്നിവയോട് കേരളത്തിലെ സംരംഭക സമൂഹം നടത്തുന്ന ആവേശകരമായ പ്രതികരണമാണ് മേക്ക് ഇൻ കേരള പോലെയുള്ള ഒരു ബൃഹത് പദ്ധതി ഏറ്റെടുക്കാൻ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നത്. മേക്ക് ഇൻ കേരളയ്ക്കായി പദ്ധതി കാലയളവിൽ 1000 കോടി രൂപ അധികമായി അനുവദിക്കും. ഈ വർഷം 100 കോടി രൂപ മേക്ക് ഇൻ കേരളയ്ക്കായി മാറ്റിവെക്കുന്നു. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വികസന പാക്കേജുകൾക്ക് 75 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. സർ, ഇടുക്കി വികസന പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. കാസർഗോഡ് പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സഹായം ഉൾപ്പെടെ 971.71 കോടിയാണ് ബഡ്ജറ്റ് വിഹിതം. നെൽകൃഷി വികസനത്തിന് തുക 95 കോടിയായി ഉയർത്തി. ഇത് കർഷകർക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം. നാളികേരത്തിന്റെ താങ്ങുവില 32-ൽ നിന്ന് 34 നാളികേര വികസന പദ്ധതികൾക്കായി 68.95 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര മിഷന്റെ ഭാഗമായി വിത്ത് തേങ്ങ സംഭരിക്കുന്നതിനും കൃഷി വകുപ്പ് ഫാമുകളുടെ തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു.
സർ, നാളികേരത്തിന്റെ താങ്ങുവില 32 രൂപയിൽ നിന്ന് 34 രൂപയായി ഉയർത്തുന്നു. മത്സ്യബന്ധന മേഖലയ്ക്ക് 32.31 കോടിയും തീരദേശ വികസനത്തിന് 115 കോടിയും അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായുള്ള വ്യാവസായിക ഇടനാഴി തലസ്ഥാന ജില്ലയ്ക്ക് മുതൽക്കൂട്ടാവും. വ്യാവസായിക ഇടനാഴിയുടെ ഭൂമി ഏറ്റെടുക്കലിന് 1000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. നേർക്കാഴ്ച പദ്ധതിയിലൂടെ കാഴ്ചവൈകല്യമുള്ളവർക്ക് സൗജന്യ ചികിത്സയും മരുന്ന് നൽകുന്നതിന് 50 കോടി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ കണ്ണടകളും നൽകും. വന്യജീവികളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി 50 കോടി രൂപ വകയിരുത്തി. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ താൽക്കാലികമായി ശക്തിപ്പെടുത്തുന്നതിനും രൂപീകരിക്കുന്നതിനും പദ്ധതി തുകയായ 30.85 കോടി രൂപ ഉൾപ്പെടെ അതിൽ നിന്ന് അധികമായി 20 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 50.85 കോടി രൂപ ഈ മേഖലയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിക്കുന്നു. IT മേഖലയിൽ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് 50 കോടി അനുവദിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബഡ്ജറ്റിൽ കാര്യമായ പരിഗണനയുണ്ട്. സൗജന്യ യൂണിഫോം പദ്ധതിക്ക് 140 കോടിയും ഉച്ചഭക്ഷണ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 344.64 കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവെച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന പദ്ധതി വിഹിതമായി 1773.09 കോടി രൂപ നീക്കിവെക്കുന്നു. സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള 85 കോടി രൂപ 95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകുന്നതിനായി 140 കോടി രൂപ വകയിരുത്തുന്നു. ഓട്ടിസം പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 40 ലക്ഷം രൂപ അനുവദിക്കുന്നു. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര News 18 channels, CNBC TV 18, CNN News 18, News 18 India, and a slew of digital properties, moneycontrol.com, First Post, and news18.com. Thank you so much for this. My first question, this is your 5th budget. You were navigating 2 epochal events in the last couple of years. One was the ongoing pandemic and its impact, and the other was the war in Ukraine. What I would like to understand from you is what was going on in the mind of Nirmala Sitharaman, and how she was dealing with policy making in these last 5 historic years. You're starting with a very difficult question, because difficult not for any other reason but to capture the experiences, the as I say anubhav, going through that, and also to look back at it now when you're probably slightly out of it. It's very difficult to describe in, let's say, a short brief answer. I can understand. But yet, if you have to really capture it, I had no precedent before me to handle such a situation. There were no given templates. There were no examples to follow. And there were no theories which would have worked in such context. So essentially we were going by continuous conversation with all kinds of stakeholders. Those who have directly some thing to say about the industry and its suffering, MSME and its suffering, or even those who are observing it with a more discerning eye. So we had to engage in conversation continuously with all people, take their view, wait for ourselves to see which one is all right, which is more suitable for us and which is not. Yes. And also take courage in saying it may not work out for us in one particular way, because eventually somewhere all this has got to be answerable. And therefore I think I would immensely recall the ways in which Honorable PM led the conversation with us. He would never tire himself from meeting us. He would never say not today. So with all necessary precautions taken for COVID, following the protocol, we would still meet and talk about things. But eventually, whatever has been at that time decided and put out as schemes, one thing which was not so much relevant for dealing with the pandemic itself, but yet had to be done, was not to let go the opportunity to continue the reform process. Yes.
So that was carried on. But we may do so many things. We may have a stable leadership, clear-headed leadership, which stands by us and gives us the guidance under the Prime Minister. And we may come up with the proposals and also launch some specific schemes at that time to benefit, to give relief and so on. Eventually it is the way in which the people of India have absorbed it all. You know, absorbed it and found best ways to go around it with this kind of a succor which is coming from the government, or some hand holding which is coming from the government. May not be adequate, but so the credit goes to the people of India for having so been in clued position with the government's, you know, every decision making, and kept pace with it all. And that is why today we are where we are. Entirely the way in which people of India have absorbed whatever has been done from the government side and put it to effect in the ground. No, you make a very important point. I think you never gave up on reforms in the last so many years. Despite, come what may, pandemic, war in Ukraine, and you know that I must concede. You know, I clearly remember that many experts and economists at that time panned the government, panned India, that we were not doing enough for stimulus in the COVID period. And I remember they cited examples of Western economies, European economies, saying that we should at least give 10 to 20% of GDP. That's the bare minimum we should do. Now in hindsight, do you think that it was good to ignore that advice and be tight-fisted, and that is showing up today? Yes, that is why in answering earlier your question, we had to do our homework for every such input which came in at that time. Why? We could have always said, no, this is what appeals to us, and we would have gone ahead. No, but we had to consider every such advice which came in, and also go through the depths of what it would mean, how will it be executed, whether it can really bear the results and so on, only because whether we choose one way or not, we should know why we have not chosen a particular way and be able to justify saying, our understanding was this, and that's why we didn't take it. Today I have the advantage of looking back at it and say, good that I didn't take it, because the results would have been very different. But the fact remains that we went through every one of the suggestions with equal open-mindedness and rigor. Nirmalaji, if I look at this budget, coming to this budget, the central theme, and you've elaborated, you've articulated it in your speech subsequently as well, but I would still like to ask this question, that there is a big push to capital expenditure on one hand. On the other, you've also given a lot of money into the hands of the middle class and the rich, so that there is a consumption boom. All this while keeping the fiscal discipline in place, as you had promised. 5.9%, so that's giving some comfort to everyone. What I want to understand is, what are the few outcomes, big outcomes that you're looking at from this budget? If well executed, if the states and the center work together, I expect tourism to really see a sea change. Flow of people coming in both from one other states and also from abroad. It should actually be a good way of keeping the economy active. If that is going to be this year and also medium term, I also see the momentum that PM Vikas scheme is going to come up with. Because what it does, at least from the way in which I have done this work on understanding that scheme and to see how best it can be tailored, it touches that segment which is sort of self-employed, which has skills, which may be traditional skills, but which are very productively used, and that itself has a huge market, niche market of its own. If by launching PM Vikas, we will be able to touch upon a large section, not confined to any particular few castes which go by the description Vishwakarma, but we are including everybody who uses his hand with some tools, produces things. That's a huge layer which doesn't get covered under
A scheme or B scheme or C scheme. Now we are touching them. We are actually giving that material difference of receiving better attention, better raw material, better marketing, better professionalized way of aggregation and so on, with better fair rated credit from bank and so on. I think that layer, which has remained unseen, untouched till now, but very recognized because of the quality of products that they produce, will now make a big difference to us. Equally, the push on green is not going to be any less. In every sector, there's been provisions made in the budget for them to do the transition from depending on fossil fuel to a renewable energy source based fuel. And that will touch every walk of life, not just farmers, not just women in household, both from the point of view of user and also producer. You will generate enough power for yourself and be able to also sell it. And the final but most important, I would think, is the way we are going to shake up and also give life to the self-help women's groups which exists in the rural parts of the country. Some states have extraordinarily done well on SHGs in the last few decades. It's not as if they have been formed only today. A couple of decades they've been on the ground. 81 lakh of them groups exist, and it is they who we are now trying to aggregate, bring them together like clusters, see what they want to do in terms of production or services. For instance, I just bring in a very private sector example. Lijjat, the papad, after all was a women's somewhat self-help group. Look at the kind of product, the quality, the branding, the perception about what is Lijjat can always be superior in quality. There's never a compromise on it, and people seek it, even though from the general papad pricing it is slightly higher in price, but still people prefer it. So like that, SHGs, and I don't want just to end with the papad making, it should be everything else also. So depending on the skill sets available, the raw material available, we want to make sure that SHGs do come in to benefit from government policy and also through digital marketing, run professionally as well. That's interesting. You know, your budget was very well received by the markets. In fact, while you were speaking, the markets were really going up. But you know, the rout in the Adani stocks somewhat spoiled the party. You know, there is a general nervousness in the market. How does your government see this? I look at the budget for having covered all the sections of the society. We've tried, and it has been a detailing that which has consumed a lot of time in preparation of this budget. The details is what has brought the difference in touching so many different sectors and segments of our society. We've got something on offer for each one of them. So therefore, if it's being received very well, I'm very glad. But of course, that motivates me to be able to now take it upon myself to better implement it down to the last person who's aimed at. So I would think the impact of the budget, the immediate impact of the budget on the market, and subsequent to, let's say, for whatever reason it trailed back, I think in the next few days the budget's impact will still continue to hold the markets high. You know, the opposition is taking aim at your government, saying that the banking and insurance companies have large exposure in Adani stocks. You know, and the investors and the broader market is looking to you for some direction on this issue. Is our banking and insurance system resilient to take this shock? I want to recall the words, you know, coming from the horse's mouth has greater credibility. Both SBI and LIC have issued detailed statements, and I know the chairperson or the CMD has himself come out and explained how they are not overexposed or whatever they said, and also said, look, we are sitting over profits for the exposure that we have, which is well within the limit. That's what I understand they have said, and I've again read it through the media. They have very clearly said that their exposure is very well within the
permitted limits, and that they are even now, with the valuation falling as well, they are still sitting over profit. So if that is the horse's mouth, as I refer to, word from the horse's mouth, but in general, both with the RBI, we do have the financial stability boards meeting which happens once in 6 months. We meet, even recently we have met. So I can only very clearly say both the RBI and we, because of the FSB's meeting, Financial Stability Board's meeting, know that the Indian banking system, if anything, at this stage, for me to use this word, I want to use it with a sense of responsibility, like having gone through the twin balance sheet problem. Indian banking sector today is at a comfortable level, with their NPAs coming down to absolutely low levels, recovery is happening, and their position is very sound, which gets reflected in the fact that when they go to raise monies in the market, they are absolutely comfortably raising monies as well. So the entire macroeconomic analysis which any expert would do also highlights the fact that how comfortable the Indian banks are placed in. That cannot be that if they are at risk. Some of the global investors as well, as a knee-jerk reaction, seem to have pulled out some money in the last couple of days. Some have put, fresh investments on hold. What would your message be to the global investors? India remains as before an absolutely well-governed, stable government, and also very well, regulated financial market. And as a result, I think the investor confidence which existed before shall continue even now. Our regulators are normally very, very stringent about certain governance practices, and therefore they should, one instance, however much talked about globally it may be, I would think is not going to be indicative of how well Indian financial markets are governed. So many lessons have been learned over the decades, and therefore I think our regulators have kept our market well in prime and prim condition. Thank you. That's very reassuring coming from the finance minister. Let me move on to the next question around the budget, and this is to do with the economy. Is the current recovery due to pent-up demand, or do you think that this will be sustained? I think it will be sustained, because the pent-up demand argument was very right nearly 4-5 quarters ago, when post the Omicron we were coming back. People thought 2022 festival season was driven by revenge shopping, pent-up demand and so on. But that pent-up demand won't stretch itself for more than one season, if you want to take it that way. 2022 festival season was in its normal course, and there was no exaggeration in the markets or even in consumption. So I think it has now reached a level where it will sustain itself. No, I ask this question also because the rural demand is still tepid. Looking at the commentary coming from FMCG companies in India. Also, if we look at the work under the Manrega scheme and the and FMCG results. I ask this question in this context as well. Can aggregate demand be more robust? I'm sure you observe the Indian economy as well, in all its great detail. Demand doesn't remain stable, and then it doesn't remain only going upward. It does come down sometimes and does go up some other times. In fact, at that time, during the pandemic, even during the lockdown, most of us felt the rural demand is very high, and what could explain it? We thought that the farm outputs were very good, and as a result they were having quite a few money in their hand, and therefore they were able to sustain it. So that happens soon after the harvest. But rural demand even today, in terms of the people who are in the farm equipment manufacturing areas, are quite comfortable with what is going on in the rural market. It's not as if demand has affected them. So people are purchasing equipments to do their tilling or farming activities. That's one. I'm not just talking about tractors, but even the other equipments which go in.
one. And second, also rural demand, which is FMCG related or your daily consumption related items. Your GST revenues, whilst I don't want to say that revenue GST going up is purely on rural, it may be urban and rural, but it means that it cannot be maintaining a sustained level if one of the segments, rural or urban, really fall down drastically. So I don't think it's worrisome, if at all, any drop. The RBI governor says that the worst of inflation is behind us. So can the RBI then take a more relaxed view of monitoring, tightening and support growth in the coming weeks and months? Well, I realize that if I do comment, it will look as if I'm guiding the RBI or anything like that. No, broadly speaking. But I suppose, yes, the way in which inflation has come down, both by RBI's action and by the government's action, and the government's action has been steady and at it for some time. So I expect, since the fall in the inflation, it doesn't seem to be just a momentary or a 1 month affair. It should sustain itself in the process of coming down, and therefore they should, and you're right, therefore there shouldn't be that much pressure on the central bank to keep the pace of increasing the rates. But the MPC will take a call. Of course. Any concern that you feel is there because of the twin deficit problems? It's not as severe as before. Yes. Yes, when exports come down, you're going to have the current account deficit. But it's also now suddenly going up as well as it was before, a couple of months ago, one. And second is also the import. Imports also keep slightly going up sometimes, but it's also coming down. If these two factors are primarily the ones which we have to concern ourselves with, monthly fluctuations I say. Yes. Fluctuations should not worry us, but if every month there is a steady decline and there doesn't seem to be a sign of increase or coming upward, uptick as you would say, if there is no chance of an uptick predicted in the next few months, then I think I should worry. But monthly looking at coming down and going up need not worry us so seriously. Okay. So next year the centre and states will spend rupees 13.7 lakh crore as capital expenditure. By any account, it's a phenomenal number. Capacity utilization in the manufacturing sector is at about 72%. My question is, when do you think that the private sector will enter this virtuous cycle of capital spending? They are in it already, I would think. There has been a minor uptick. But I've been explaining this. I'm not sure if industry is explaining it as much, but I read it. So I keep read it in the sense my inferences based on the kind of discussions which happen. India's industry, the old India industry as well as the new, which is the IT related industry, software and so on, both old India industry and this, are transitioning also with the energy related matters, are transitioning also in the way in which their shop floors are operated. So the investment that they make is not to create one more unit of what they already have. The investment that they have to make, and therefore the conscious decision that they have to take, will now also look at not just expanding existing capacity the way it is, but also looking at bringing high technology, Web3, robotics, 3D printing and so on. So that together with moving towards more renewable energy use, making a green product of what they are making. For instance, steel industry is facing huge barriers in Europe. Now, their business of having to invest and expand now would be not to just produce more steel, but to produce green steel.
So the investment there has three new dimensions which have never been into consideration earlier. Invest and produce green, produce also with the efficiencies of technology. So all this, when comes into play, when your decision making is being done, does take time and more resources. So I would want to give that advantage for India's private sector, that yes, their process is going to be somewhat more complicated in terms of taking the decision, but I think the atmosphere is conducive for that on all grounds, technology, green and so on. I'm kind of curious that while you've given a boost to capital expenditure and increased outlay to PM Awas Yojana, you've also cut the Manrega budget by almost 33% or 30,000 crore. Why have you done that? Actually, the answer lies in your own question. PM Awas Yojana is also to be done by workers in the area, rural area, who normally would have gone for, let us say, in the absence of this, would have gone for Mahatma Gandhi Rural Employment Guarantee Scheme. That's one answer, because even this has got to be done by people in the rural areas who are looking for jobs, just as Jal Jeevan Mission also goes through rural works. So they have these opportunities as well, which are coming not in a small incremental change, 6% increase, 79,000 crores for PM Awas, and also Jal Jeevan also getting a huge allocation. So these two also are there along with me. Second, Manrega is a demand driven scheme. The more people come saying we want the job, we give them the work. So what is stated at the budget time estimate tends to keep adding to its resources or demands based on what comes from states. I need more. Then we add more to it and go to the parliament with a supplementary demand. So if you see the last 3 to 4 years, inclusive of the COVID year, naturally, the BE number and the RE numbers are so different, in that the RE is much higher. And if you now go back to the last 2 years where the actual numbers are available, BE, RE and the actuals, you will see the actuals are lots more than the BE, and in some cases exactly as much as the RE, which is enhanced, or even better than the RE in increased amount when you realize it in the actuals. So you end up spending a lot more even as you're going on. So I'm a bit now worried that this is becoming a staid question. Manrega, you cut it. Just see the pattern for the last 3 years. It starts with a number at the BE, keeps going on because it's demand driven, and when the supplementary demand stage comes, it's actually a lot more. Yes. So more opportunities have been created. So that's right. Yeah. So I agree. The real average GDP growth rate is 6.5% as the economic survey says. With a little more reforms, the survey posits that it could even be a little higher at 7 to 8%. Now, what is the realistic and the desirable sort of growth rate for India if it were to become, the third largest economy in the world by the end of this decade? Desirable is one thing, but that desirable number will have to be tempered down by the global realities. Yes. The kind of uncertainties with every economy in the world faces. I don't think any one economy is so immune that the global volatilities don't affect them. So every economy is affected, particularly for a country like India, which for at least 2 critical items entirely depends on imports: fuel, fertilizer. So when you're looking at importing that many big ticket items, your uncertainties are lots more and lots more pronounced. But even provisioning for that and building a budget, we have definitely ensured that we will be not as much be affected by such uncertainties as would any other country be. And therefore the numbers that we've given for the growth is very realistic.
You know, one thing that struck me this time when I was listening to your budget speech was the absence of any mention of disinvestment or asset monetization. Why was that? You know, why has that at least seeming to take a backseat in the last year or so? No, it is still there in the budget documents. Right. It may not have been a part of my speech, but it is in the appendix to the speech. It's also in the rest of the documents where we give the actual numbers and the activities which are going on and so on. See, the cabinet has after all taken a call that certain companies will have to be privatized, and that motion has the approval of the authority concerned, which is the cabinet. So the process goes on. But of course, because we'll have to also see when is the best time for it to be done, given the fact that we've already done the homework and kept it ready for just going out to the market, this consumes a lot of time, this preparatory time. Absolutely. Yeah. Post that is when we literally watch out for the market and then put it out. So both the factors, preparation and best time in the market, influence when you put it out. The process is on many of these items. So you're saying it's a question of timing? The commitment to privatization remains as strong as ever? Absolutely, particularly on those where the cabinet has already given the go-ahead. So last year you'd spoken about the privatization of 2 PSU banks. What happened to that? Have you identified the banks? Is the process on? This is what is happening. The process is on. The amendments will have to happen in the act, right. And then also look at the market, and then it'll have to go through. So it is very much on? Of course it's on, because the cabinet has given the approval. Right. So Nirmalaji, the export sector is suffering because of slowdown in major markets. What are the options to mitigate the impact of weak international economies for us today? See, it has two-sided problem. One, you have to make up for those handicaps that Indian exporters face, whether in logistics, whether it is the cost of electricity, or whether it is any other inherent handicap that they may have in terms of labor, or in terms of the place they are located in, and so on. So for these inefficiencies because of certain handicaps, it is necessary to give them some kind of a redressal, in the sense give them some incentive, or the RODTEP like scheme which is already on. So that's one thing. But it's also the usual way in which you would say, if a market is difficult, look for newer markets. If a market is difficult, see what you want to do about making yourself attractive for that market. You do road shows, or you spend money in branding yourself, or you appoint such agents who will tell us about the tastes in that and preferences in that market, and so on. And looking for another market, you will obviously spend some money and go on road shows, open up avenues there. But today, the typical problem that you face, not just you, meaning Indian exporters, but many face, is the lack of demand in those markets because of recession, which are normally our marketplaces where we send our products, whether it's your textile, whether it is your diamonds, whether it's your gems and jewelry, whether it is your tea, whether it's your basmati rice, and so on. So I'm taking those which are symbolic of India. There are others, components, auto components, electronic parts, which you very well manufacture today. So when the recession has hit these economies, and when I say these economies, not just those in which you're present, but even for the newer markets which you might otherwise aim at, all of them are hit by it. So that's where the problem gets even more compounded, and we'll have to work together with the exporters to see how best we can help it. Okay. India's trade deficit with China has hit $100 billion in 2022, $100 billion in 2022. Imports keep rising, exports to China are falling. Is this situation acceptable to us? How do we really reverse this trend? No country would want its exports to languish and imports to balloon with any trading partner. But the issue has two-pronged answers. We should be conscious not to have to consume things which come, overly from only one destination.
But that doesn't mean I'm imposing any view. We should also be conscious of buying it from elsewhere if it is necessary at all. And for India's exports, it has to also look at ways in which market can be expanded in that territory or in any other geographical jurisdiction. So it is always a twin game. It's like a pair of scissors. You have to look at both the sides. You know, what do you make of this growing clamor, especially in some opposition ruled states like Chhattisgarh, Madhya Pradesh, Rajasthan, to bring back the old pension scheme? You know, in fact, Deputy Chief Minister of Maharashtra, Devendra Fadnavis ji, has also spoken about this. He said he'll look into the matter. What is the government's view on this? See, when I talk about government's view, I don't want to speak as though this government view or that government's view. Who, after all, implemented it for the first time? After the decisions were taken at different layers of officialdom, the political dispensations which brought this in was not just NDA. UPA was actively those who brought it forward. The entire question of introduction of OPS, new pension scheme, was during the Congress's period. They didn't at that time talk about rollback. They didn't at that time talk about any, bringing the old system back or anything of that. So now, if without adequate looking into of what it means, are we paying the current generation of pensioners by loading it onto the future generation? That's right. And how far, because in government the arguments will quickly come back to you saying, but when government borrows, it's also leaving a burden on the future generation and so on. But that's the argument. Would we all look at what is a reasonable balance? Would we look at what is it that we are leaving for our generations to come? Yes, you will have to have an economy running, you will borrow to a certain extent. But unless we have a complete understanding of this, the fiscal implication, the fiscal health of the state, not just today, for the next decades, to rush to a conclusion may not be. Right. And I was glad to hear in one of the book release programs that I attended, Sri Montek Singh Aluwalia talk about it. It's not I'm taking up something which emerged out of a private conversation. Right. In a book release, publicly, when asked, he did respond. So it's not as if now we are talking on political lines. We have to talk on Indian economy, its strength, not just Indian economy as Government of India, but every state's economy, and then take a call on it. That's right. Let's move on to the personal tax front. I think it is one thing that has really wowed everyone, wowed the middle class, your core vote bank also of the BJP. You want, obviously, people to move to the new tax regime. So, by when will you then look at phasing out 80C and 80D deductions? Because, that's really the core of investments, healthcare. When will this happen? What is your time frame to sort of move to the new tax regime entirely? No, I'm not given myself a time frame. I'm more looking at it to make sure every Indian citizen makes his own choice, her choice. It's one thing for me to say I'm bringing in a better system, which is going to be less complicated, in fact, least complicated, which also is going to give you a rate which is going to be reasonable for each one of our levels of income, and make it attractive, therefore, for compliance and also for the rate. I pay less tax there. But it's another thing to have a system which is going on, where unfortunately, I don't want to criticize anybody. Unfortunately, the impression is I have so many exemptions given, which incentivizes me to save for insurance cover,
for medical cover, for even saving for better interest earning that I can have, and so on. I don't want people there to think that I've denied them that. Please if you want to have it that way. But it's not just one government or the other. In general, the philosophy that governed it was you'll have all those exemptions and you'll feel tempted to have yourself cover, insurance cover, give yourself insurance cover or savings or whatever. But your tax rates were so high. So it's nice to give you some incentives, but good enough for me to have a big return in terms of the tax that I collect. But whereas what I'm giving you now, which was introduced 2 years ago, this is the second regime, and Prime Minister was very clear that taxpayers should know actually what they're paying and exactly feel comforted that they're not paying much. And actually bring in rates down, make it simple so that anyone sitting at home should be able to file their returns and know, and that's the end of the story. I don't need to keep immense documents and so on. So we brought that in, and steadily we are making it attractive, but not forcing anybody to get out of the exemption regime. But the fact remains there that the rates have been very high and you still got some discounts so that you can go with your... So how many people do you think will migrate? Any sense that the government has? I'm more talking about the layers which are covered by these, beneficial tax rates. I would think in that layer at least 50% will come 50%. That's a big number. And what is the current number? Any idea that the government has of that? Yeah, I have a number, but I don't think I can off the cuff say it. Okay. This is a slightly broader question. You've been extremely successful in widening the tax base. As the base has widened, the tax slabs tend to go down. Do you think that could you consider in the long run bringing the top tax slab to 25%, just in line with your corporate tax rate, top corporate tax rate? Would that be the vision going forward? Well, eventually the tax rates must be absolutely low and the assessee friendly. Citizens cannot be burdened with taxation. But that is when I have widened my base sufficiently. It can't be that few people pay and they pay huge amounts and I have to run the system. It shouldn't be that. It should definitely be wider the base, lower the tax, and therefore achieve both the objectives of collect your tax from those who can pay it, but collect enough so that you are able to run your schemes. The new income tax regime, there is a feeling that it disincentivizes savings. How do you react to that? I gave you the logic. I can always incentivize you, go for insurance, go for savings, go for this, and come up with a fantastically high rate and say, all right, I've given you discounts, but I need my money. Instead, I'd prefer a completely acceptable and lower rate of interest, lower tax rate, and people to feel that, all right, I'm not being burdened, there's no reason for me to avoid or evade the tax and pay it up. And you have the choice of deciding your own saving instrument, right? You're not... I was going to say, I'm on the side, or I belong to that school of thought which says, if the taxpayer is left with more money in his hand because we collect less tax, I would think that he's the best judge to decide where he has to put his money, and he doesn't need an incentive to run his family or to protect them from ill health or to not bother about his future, save for future and so on. So why do we want to underestimate our citizens? If I give very high tax rate, then I also have to tempt them to say, all right, go about saving it because I'm giving you some incentive here. But I've left more money because I tax you less. You are the best judge to do what you want with your money. Some of the experts feel that it was a rather bold move for you to reduce the rich tax from 42.7% to 39% in what is an election year. But is it that you've given some and taken away from the other hand as well, and so it's a zero-sum game in a sense? Where have I taken away? The real estate, earlier you could move money to real estate, now the cap is 10 crore, beyond 10 crore there is no...
There are a couple of That's not taking away. It is like saying, I mean, beyond 10 crore of a house that you have, why do you want to also expect favors for a second or the third or the fourth? Correct. And there have been instances, I might say, without revealing any names or any kind of people who have bought house, sold house, made immense profits out of it, but who still enjoy these sort of, 10 crore house, I should still get my benefits from the government. So the bold move in an election year. But I'm not give and take there. Okay. I've not given away something and taken away something. I'm only giving. Okay. I've not taken away anything. So that's as I said, a bold move in an election year, because people don't expect you to do it. No, but if you're referring to the surcharge, which I brought down, and which therefore is going to give benefit to some of the upper middle class and high net worth individuals, That's right. It's also because the Indian tax system should be seen for not being so harsh. With your 30% surcharge, you were reaching a total tax of 42 point something, 75 or something. 42.7%, yeah. 42% of tax taken away. Even a person who's that, talented enough, skilled enough, and is paid very well for his contribution to the firm and has a good earning. Yes. Take away nearly 42.7. Doesn't make our system look fair. Right. And therefore we brought it down. MNCs are looking at a China plus one strategy. So you've also spoken about it in your budget speech. We've seen that the manufacturing and export of mobile phones from India has really gone up. Which are the other sectors in manufacturing that could benefit out of this China plus one? Well, the PLI that we've given out with 13 sectors is definitely a China plus one list, which is sunrise sectors, which are important sectors for India to have its own strength. That's exactly the China plus one kind of a. Okay. There is a funding winter in the startup ecosystem. In fact, some of the startups that were doing really well have come off their valuation highs. What is the government specifically planning to do about this? This government has done a lot for the startup community in the last few years. So what next? What would you do? I think the funding is also waiting to see more innovative startups claim for the next stage. It's not as if it's a funding winter, or it's not now a scarcity of funds. It's more funds seeing the opportunity that is available for them. And they want to look at better options also, even among the startups. Right. And India, which started in 2016 in a major push, I'm sure startups existed before, but the push happened with the Honorable Prime Minister in 2016 announcing a policy and subsequently coming up year after year some concession. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു, മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു, വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്നൊരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്?
മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിൽ ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂയിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും. ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3 മാസത്തിനോ 6 മാസത്തിനോ അധികമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള മുദ്രവില നിരക്ക് ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചെലവ് വർധനയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിൻ്റെ പേരിലാണ് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മുദ്രവില 5% നേരത്തെ കുറച്ചിരുന്നത്. ഇത് 5% 7% പുതുക്കി നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഭൂമിയുടെ ന്യായവില 2010 നിലവിൽ വന്നു. അതിനുശേഷം 5 തവണ പുതുക്കി. കഴിഞ്ഞ ബജറ്റിലും ന്യായവില വർദ്ധിപ്പിച്ചിരുന്നു. വിപണി മൂല്യവും ന്യായവില തമ്മിൽ അന്തരം നികത്താൻ വേണ്ടി ഇപ്പോൾ ന്യായവില 20% വർദ്ധിപ്പിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഈ ബജറ്റ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ വലിയ വില വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ പ്രാഥമിക പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ ഇവിടേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഈ നിയമസഭയുടെ മീഡിയ റൂമിൽ ഉണ്ടാകും. വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ബജറ്റിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വില വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഇന്ധനവില അടക്കം വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യം മുഴക്കി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു. വാഹന വിലയിൽ വർധനവുണ്ടാകും. അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു. മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു. ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്?
മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന ശേഷം സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിൽ ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂയിലുണ്ടായ നമസ്കാരം. ജനങ്ങളെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചും സംസ്ഥാന ബജറ്റ്. പെട്രോളിനും ഡീസലിനും 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയതാണ് ഇരുട്ടടിയായത്. കെട്ടിട നികുതി കൂട്ടി. ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും മുദ്രവില 2% വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില 20% കൂട്ടി. വാഹന രജിസ്ട്രേഷൻ സെസ് ഇരട്ടിയാക്കി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നികുതി വർദ്ധിപ്പിച്ചു. അതേസമയം വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി വകയിരുത്തി. സാധ്യമായ നികുതികളെല്ലാം കൂട്ടി വരുമാനം കണ്ടെത്താനുള്ള സർക്കാർ തീരുമാനം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമോ? വിലക്കയറ്റം കടുക്കുമ്പോൾ സമ്മർദ്ദം താങ്ങേണ്ടി വരുന്നത് സ്ത്രീകളോ? സ്ത്രീകൾക്കായി ബജറ്റിൽ എന്തൊക്കെയുണ്ട് പരിശോധിക്കാം. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. ശ്രീമതി PP ദിവ്യ CPM-നെ പ്രതിനിധീകരിച്ച്, അഡ്വക്കേറ്റ് ഹരിപ്രിയ കോൺഗ്രസ് പ്രതിനിധി, നിർമ്മല പത്മനാഭൻ അധ്യാപിക, ശോഭ വിശ്വനാഥൻ സംരംഭക, ശ്രീലക്ഷ്മി സതീഷ് സംരംഭക എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ആദ്യം നമ്മൾ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ഹരിപ്രിയ, എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് ജനദ്രോഹം എന്നാണ് CPM-ഉം CPI-യും ഒരുപോലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ LDF സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ആശ്വസിക്കാൻ എന്തെങ്കിലുമുണ്ടോ? നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വന്ന സമയത്ത് അത് ഒരു കടുത്ത അടിയായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ഇത് അതിനേക്കാൾ ജനങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ, ജനങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ ഈ ബഡ്ജറ്റ് കാലം എന്ന് പറയുന്നത് നമ്മളൊരു പാൻഡമിക് പീരീഡിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനിയും അത് വന്നുകൂടായികയില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയൊരു വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ ഓരോ വ്യക്തിയും ഈ കോവിഡിൻ്റെ എല്ലാ മാരകമായ അവസ്ഥകളെയും നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് നമുക്ക് ഇത്തരത്തിലൊരു ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മളെ സമസ്ത മേഖലകളിലും നികുതി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും മാക്സിമം നികുതി ചുമത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു നികുതി ഭാരം മനുഷ്യൻ്റെ വ്യക്തിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല പരീക്ഷണമായിട്ടാണ് ഞാൻ ഈ ബഡ്ജറ്റിനെ കാണുന്നത്. ഇവിടെ മുൻപുള്ള ചർച്ചകളിലൊക്കെ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് ഗവേഷണം നടത്തി പലരുമായി ചർച്ച നടത്തിയൊക്കെ അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എന്ന്.
അങ്ങനെ ഒരുപാട് ചർച്ച നടത്തിയും ഗവേഷണം നടത്തിയുമൊക്കെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചെങ്കിൽ ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഗവേഷണങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാവും നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഉതകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ബഡ്ജറ്റിനകത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിലൊന്നായ വീട്, ആ വീട് വെക്കുന്നതിന് ഇനി വലിയ ചിലവേറാൻ പോവുകയാണ്. അതുമാത്രമല്ല, അതിനുള്ള സെസ്, അതിനടക്കേണ്ട തുക വർദ്ധിക്കുകയാണ്. മദ്യത്തിന് വില കൂട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും യെസ്, മദ്യത്തിന് വില കൂട്ടിയത് നല്ല കാര്യം എന്ന് കരുതും. പക്ഷെ മദ്യത്തിന് വില കൂട്ടുമ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടുന്നത് നല്ലതാണെന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് ലഹരി വസ്തുക്കളുടെ ഒരു സങ്കേതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ MDMA ആണെങ്കിലും അതേപോലെ തന്നെ കഞ്ചാവാണെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ വില കൂടുമ്പോൾ അതിനേക്കാൾ ലഹരി ലഭ്യമാകുന്ന എന്നാൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്ന മറ്റു ലഹരി വസ്തുക്കളിലേക്ക് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു വസ്തുതയെ നമ്മൾ ബോധപൂർവം മറന്നു കളയുകയാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് എല്ലാ മേഖലയിലും വലിയ പ്രതികൂലമായി ബാധിക്കാൻ പോവുകയാണ്. ഇനി ഹോട്ടലുകളിൽ വില വർദ്ധിക്കാൻ പോകുന്നു, യാത്രാ ചെലവ് വർദ്ധിക്കാൻ പോകുന്നു. നമ്മളെ സാധാരണക്കാരായ ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിന് ഇനി ചാർജ് കൂട്ടണമെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇത് എല്ലാ മേഖലയും, കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിക്ക് വില കൂടാൻ പോകുന്നു. കേരളത്തിലെ ഗാർഹിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാം പുറത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മളെല്ലാം വാങ്ങിക്കുന്നവരാണ്. ഇതെല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് വലിയ നികുതി ഇനി നൽകേണ്ടി വരും. വലിയ ചെലവേറിയതായി നമ്മുടെ എല്ലാ മേഖലയും മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഞാൻ വീടിനെ കുറിച്ച് പറഞ്ഞു. വീട് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു 3-4 സെൻറ്റ് ഭൂമി വാങ്ങി താമസിക്കണമെന്ന് കരുതിയാൽ, ഒരു വീട് വെക്കണമെന്ന് കരുതിയാൽ കുതിച്ചുകൂടി വരുന്ന രജിസ്ട്രേഷൻ ചാർജ് താങ്ങാൻ കഴിയാതെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നിലയിലേക്കാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ വർധനവ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാവരും ഉപയോഗിക്കാൻ സ്വകാര്യ വാഹനം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ 15 ലക്ഷത്തിലൊക്കെ കുറഞ്ഞ വിലയുള്ള ചെറിയ ഇനം കാറുകളും അതേപോലെ തന്നെ മോട്ടോർ ബൈക്കുകളുമാണ്. എന്നാൽ മോട്ടോർ ബൈക്കിന് പോലും ബാധകമാകുന്ന സെസ് ഏർപ്പെടുത്തുകയാണ്. അവിടെയും നികുതി വരികയാണ്. നമുക്കറിയാം, നമ്മളെ നാട്ടിലുള്ള ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് ഈ മോട്ടോർ ബൈക്കുകളാണ്. അവർ ഏറ്റവും കുറഞ്ഞ വേതനം പറ്റുന്ന ഒരുപാട് എഫേർട്ടുള്ള ഒരു ജോലി ചെയ്യുന്നവരാണ്. അവരുടെ വേതനത്തെ പോലും ഇത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് കൂട്ടാൻ പോവുകയാണ്. വ്യാവസായിക മേഖലയിൽ മാത്രമാണ് കറണ്ട് ബില്ല് കൂട്ടുന്നത്. പക്ഷേ വ്യാവസായിക മേഖലയിൽ കറണ്ട് ബില്ല് കൂടുന്നതോടുകൂടെ സംഭവിക്കുന്നത് KSEB ലാഭത്തിലാണ് എന്ന് മന്ത്രി ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചെറുകിട സംരംഭകരുൾപ്പെടെ പുതുതായി വന്ന സ്റ്റാർട്ടപ്പ് പോലെയുള്ള മിഷനിലൂടെയൊക്കെ വന്നിരിക്കുന്ന പുതിയ ചെറുകിട കോവിഡിന് ശേഷം സ്ത്രീ സംരംഭകരുടെ എണ്ണത്തിലും ഒക്കെ വലിയ വർധനയുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ബാധിക്കും. മാത്രവുമല്ല, ഈ വാണിജ്യ ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ കാര്യമാണെങ്കിൽ പോലും നേരത്തെ തന്നെ സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് കൂടുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ട്. അത് 4 മാസത്തേക്ക് ഉയർന്ന നിരക്ക് ഏർപ്പെടുത്തുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വാർത്തയാക്കിയതുമാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ഹരിപ്രിയ, ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് പ്രതിപക്ഷം തന്നെ ധവളപത്രത്തിലൂടെ പുറത്തിറക്കിയ ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. മാത്രവുമല്ല, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ കുറവ് വരുത്തിയിരിക്കുന്നു. കേന്ദ്രം സംസ്ഥാനത്തിനെ എങ്ങനെയൊക്കെ ഞെരുക്കാമോ ആ രീതിയിലൊക്കെയും ഞെരുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണമല്ലോ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണോ സർക്കാരിനെ ഇത്തരം ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്? അല്ല, ഞാനിതിൽ പറയുന്നത് ഇത്തരത്തിലൊരു നികുതി വർധനവിലൂടെ നമ്മൾ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് എവിടെയെങ്കിലും ചിലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിലെവിടെയെങ്കിലും പറയുന്നുണ്ടോ? സംസ്ഥാനത്ത് പലതരത്തിലുള്ള അധിക വ്യയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അധികമായുള്ള വ്യയമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ചുരുക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല.
പിന്നെ ജനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള പാൻഡമിക് പീരീഡിന് ശേഷം ജനങ്ങൾ സ്വന്തമായി സമ്പാദിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനകത്ത് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് അകത്ത് പുതിയതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തികച്ചും നിരാശാജനകമായ ഒന്നാണ്. സാമൂഹ്യക്ഷേമ എമൗണ്ട് ഉയർത്തിയിട്ടില്ല എന്നത് നിരാശ നൽകുന്ന ഒന്നാണ്. കാരണം ഈ ഒരു അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ അവരുടെ കൈകളിലേക്ക് പണം എത്തുന്ന ഒരു നില ഉണ്ടാവേണ്ട ഒരു ഘട്ടമാണിത്. സാധാരണ മനുഷ്യരുടെ കൈകളിലേക്ക് ഏറ്റവും അവശത അനുഭവിക്കുന്നവരുടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അവർക്കൊക്കെ ധനം എത്തേണ്ട ഒരു സാഹചര്യമാണിത്. പക്ഷേ അതിവിടെ സംഭവിക്കുന്നില്ല. അതിനു പകരം അവിടെയൊക്കെയാണ് ഈ നികുതി വർധന എന്നുള്ള ഒറ്റ പേര് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന ബജറ്റ് എന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉയരുന്ന വലിയ ആക്ഷേപവും പരാതിയും. ഇതിനകം തന്നെ സംസ്ഥാനത്ത് പലയിടത്തും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മറ്റും പ്രതിഷേധ മാർച്ചുകളും പ്രകടനങ്ങളും കോലം കത്തിക്കലും ഒക്കെ നടക്കുകയാണ്. ഇത്തരം ജനവിരുദ്ധമായ ഒരു ബജറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ഒരു സാഹചര്യവും അന്താളിപ്പുമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. നമുക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകാം. ശ്രീമതി പി ദിവ്യ, CPM പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി പി ദിവ്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കവേ സുഭാഷിണി അലി അവിടെ പറഞ്ഞത് സംസ്ഥാനത്ത് തുടർഭരണം, സർക്കാരിന്റെ തുടർഭരണം സാധ്യമാക്കിയത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ നികുതി വർധനവിന്റെ ഒക്കെ ആഘാതം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും. ആ ആഘാതം ഏറ്റവും കൂടുതലായി അനുഭവിക്കേണ്ടി വരിക ഓരോ കുടുംബിനികളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടർഭരണം ഉറപ്പാക്കിയ സ്ത്രീകൾക്ക് ഇരുട്ടടി നൽകുന്ന ബജറ്റല്ലേ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അത് ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ജനങ്ങളുടെ നടുവൊടിക്കും എന്നിവിടെ വാദിക്കുന്നത്. പ്രത്യേകിച്ചും ഞാനിതിൽ കണ്ടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ഒരുപക്ഷെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വളരെ വലിയ മുൻകൈയെടുത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് തുടരുവാൻ വേണ്ടി മാത്രം 2000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 14 കോടി മാറ്റിവെച്ചിരിക്കുന്നു. നിർഭയ പദ്ധതിക്ക് വേണ്ടി 10 കോടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് ഉൾപ്പെടെയുള്ള പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾക്കുൾപ്പെടെ പുതിയ കാലത്തെ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ പോലും ജീവിതത്തെ കണ്ടുകൊണ്ട് വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു, ഇപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ലിക്കറിൻ്റെയും ഒക്കെ വരുന്ന നികുതി, അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ക്ഷേമ പെൻഷനും നമ്മുടെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. ഒരു സബ്സിഡിയും സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. ഈ സെസ് ഇതൊരു താൽക്കാലികമാണ്. ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് എടുക്കേണ്ടി വരുന്നത്? ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അവർ സംസാരിച്ചപ്പോൾ ഒരു വാചകം പോലും, കുറച്ച് മണിക്കൂറുകൾക്ക് 1-2 ദിവസം മുമ്പാണല്ലോ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും സാധാരണക്കാരുടെ, പാവപ്പെട്ടവൻ്റെ നടുവൊടിക്കുന്ന തീരുമാനം യഥാർത്ഥത്തിൽ കൈക്കൊണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ബഡ്ജറ്റിലാണ്. ആ ബഡ്ജറ്റിൽ ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഏറ്റവും അധികം സ്ത്രീകളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ 29,400 രൂപ വെട്ടിക്കുറക്കുകയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചഭക്ഷണ പരിപാടിയിൽ 1200 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ കുറച്ചു. കർഷക പെൻഷൻ 8000 കോടി രൂപയാണ് കുറച്ചത്. ഇങ്ങനെ നോക്കിയാൽ വൻ കുറവാണ് ക്ഷേമ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കുറവുകളൊന്നും ഈ സംസ്ഥാനത്ത് ജനങ്ങളെ ബാധിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പുറകോട്ടേക്ക് പോയപ്പോൾ ആ ക്ഷേമ പെൻഷനുകൾ ഏറ്റവും ഭംഗിയായി ക്ഷേമ പദ്ധതികളെല്ലാം തുടരുന്നതിന് വേണ്ടി എങ്ങനെയാണ്
പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. ശ്രീ- അതിനു ശ്രീമതി വേണ്ടിയിട്ടാണ് പി. പി. ദിവ്യ, നമ്മുടെ ഗവൺമെന്റ് ക്ഷേമ ഇന്ന് ഈ പദ്ധതികളോ ബഡ്ജറ്റിലൂടെ സബ്സിഡികളോ കൃത്യമായ രീതിയിൽ ഒരാൾക്ക് പോലും ഒരു ബാധ്യത കുറച്ചിട്ടില്ല ഉണ്ടാവില്ല. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സർക്കാർ വരുമാനം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചുവല്ലോ. അതിന്റെ ആഘാതം ഏറ്റവും ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണല്ലോ. അവർക്ക് ഇതിൽ നിന്ന് ഒരു വിടുതലും നൽകിയിട്ടല്ലോ ഈ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ അത് ഏറ്റവും എല്ലാ സാധാരണക്കാരനെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിൽ തന്നെ വിലവർദ്ധനയ്ക്ക് വരെ വഴിവെക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ഇതിൽ സാധാരണക്കാരന് കൂടുതലായി എന്ത് ആനുകൂല്യമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അത് തുക വർദ്ധിപ്പിക്കുമെന്ന ഒരു തോന്നൽ ബജറ്റ് അവതരണത്തിന് മുൻപുണ്ടായിരുന്നു. അത് കുറച്ചില്ല, അല്ലെങ്കിൽ വെട്ടിക്കുറച്ചില്ല എന്നതൊഴിച്ചാൽ അവിടെ അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ പണം വരാൻ യാതൊരു മാർഗവും സാധാരണക്കാരനെ സംബന്ധിച്ച് കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നില്ല. അല്ല, പണം വരാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പണം വരാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്താണ്? നമുക്ക് ആവശ്യമായ സഹായം നൽകേണ്ടത് കേന്ദ്ര സർക്കാരായിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള നികുതി വിഹിതം പോലും യഥാസമയം നൽകുന്നില്ല. അർഹമായിട്ടുള്ള വിഹിതം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ വിൽക്കാൻ LICയോ മറ്റ് സംവിധാനങ്ങളൊന്നും നമുക്കില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമല്ല സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള ചില മാറ്റങ്ങളില്ലാതെ ഈ സെസ് താൽക്കാലികമായി ഈ സെസ്സെങ്കിലും ഇല്ലാതെ നമുക്കെങ്ങനെയാണ് ഈ ക്ഷേമ പദ്ധതികളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? വളരെ പ്രായോഗികമായ രീതിയിൽ ഈ വിഷയങ്ങളെ കാണാൻ കേരളത്തിലകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തയ്യാറാവണം. 57 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട്, വിവിധ പെൻഷനും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവർ. ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുന്നില്ലേ? ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ തുക മാത്രം ഏതാണ്ട് 11,000 കോടി രൂപ വേണം ഒരു വർഷം. ഈ 11,000 കോടി രൂപ ആവശ്യമാണ്. ആ 11,000 കോടി രൂപ കണ്ടെത്തണ്ടേ നമുക്ക്? അതോടൊപ്പം തന്നെ അതിൽ നിന്ന് 1 രൂപ കുറക്കാൻ വേണ്ടി പോലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. വർദ്ധിപ്പിച്ചിട്ടില്ല. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ സാധാരണക്കാരനിൽ നിന്ന് തന്നെ പണം വാങ്ങി പെൻഷൻ കൊടുക്കാൻ പണം കണ്ടെത്തുകയാണോ സർക്കാർ ചെയ്യേണ്ടത്? അതാണോ ശരിയായ മാർഗം? അവിടെ എന്ത് ആശ്വാസമാണ് ഓരോ സാധാരണക്കാരനും ലഭിക്കുക? നമുക്ക് കൂടുതലായി പരിശോധിക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി പി. പി. ദിവ്യ, ഇപ്പോൾ നമുക്കൊപ്പം നിർമ്മല പത്മനാഭൻ അധ്യാപിക കൂടി ചേരുകയാണ്. ശ്രീമതി നിർമ്മല പത്മനാഭൻ, പുതിയ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്കത് മനസ്സിലാകുന്നത്? വിലക്കയറ്റത്തിന് ആക്കം കൂട്ടും പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ 2 രൂപ സെസ് ഏർപ്പെടുത്തിയ നടപടി എന്ന് കരുതുന്നു. മറ്റ് നികുതി വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഒരു കുടുംബ ബജറ്റിനെ ഇത് ബാധിക്കുക? ശ്രീമതി നിർമ്മല പത്മനാഭൻ, കേൾക്കാമോ? ഞാൻ അവരിലേക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം ഇപ്പോൾ സംരംഭകയായ ശ്രീമതി ശോഭ കൂടി ചേരുകയാണ്. ശോഭ വിശ്വനാഥൻ. ശ്രീമതി ശോഭ വിശ്വനാഥൻ, ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചുവട് പിടിച്ച് എന്ന് പറയത്തക്ക വിധം മേക്ക് ഇൻ കേരള പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സംരംഭക കൂടിയാണല്ലോ താങ്കൾ. നമുക്കറിയാം, കോവിഡിന് ശേഷമുള്ള സാഹചര്യത്തിൽ ചെറുകിട സംരംഭക മേഖലയിലേക്ക് സ്ത്രീകൾ കൂടുതലായി ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരു പുത്തൻ ഉണർവ് ഈ മേക്ക് ഇൻ കേരള പദ്ധതി മൂലം ഉണ്ടാകുമോ? എങ്ങനെയാണ് താങ്കൾ അതിന്റെ സാധ്യതകളെ നോക്കിക്കാണുന്നത്? ഈ പറയുന്ന പോലെ ഇത്രയും കോടികളും ഈ പറഞ്ഞ വിമൻ വികസന കോർപ്പറേഷനിലേക്കൊക്കെ ഇത്രയും 19.3 crores അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവയർനെസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. എത്ര പേരിലേക്ക് അത് കറക്റ്റായിട്ട് എത്തുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഒരു ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ചോദിക്കുന്ന കൊളാട്രൽ സെക്യൂരിറ്റിയാണ്. ആ കൊളാട്രൽ സെക്യൂരിറ്റി എന്നൊരു കാര്യം വരുമ്പോഴത്തേക്കാണ് പല വനിതാ സംരംഭകരും മുമ്പോട്ട് പിന്നെ പോവാതെ പിന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം എടുത്ത് പറയുകയാണെങ്കിൽ ലൈസൻസിങ്, മിക്ക വനിതാ സംരംഭകരും ഇപ്പം എടുക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി, ഫുഡ് ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സോപ്പ് മേക്കിംഗ്, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് കൂടുതലും ഇപ്പം സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലെങ്കിൽ അല്ലാത്ത അങ്ങനെയാണ് അവർ തുടക്കം ഇടുന്നത് തന്നെ.
അപ്പോൾ അതിൽ ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നം വരികയാണ്. അത് ഒരു 2-2.5 വർഷം അതിൻ്റെ പുറകെ നടക്കുകയും കിട്ടാത്തത് കൊണ്ട് പിന്നെ അതിലേക്ക് റെയ്ഡ് വരികയും പലരും അത് ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി ഒന്ന് ഈ പറഞ്ഞ ലോണ് എല്ലാം കൊളാട്രൽ സെക്യൂരിറ്റി, സ്പെഷ്യലി കൊളാട്രൽ സെക്യൂരിറ്റി എന്നൊരു കാര്യമില്ലാതെ വനിതകൾക്ക് എത്തുകയാണെങ്കിൽ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങാൻ റെഡിയാവും. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ലൈസൻസിങ് ആണെങ്കിലും യാതൊരു ഈ പറഞ്ഞ ഇത്രയും സമയം എടുക്കാണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ മെൻസ്ട്രൽ കപ്സും അതിന് വേണ്ടിയിട്ടുള്ളൊക്കെ ഫണ്ട് മാറ്റി വെക്കുന്നതൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ ഹെൽത്ത് കെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കും കൂടി എന്തെങ്കിലും ഒരു ഫണ്ട് മാറ്റി വെക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫ്രീ കൗൺസിലിംഗ്, ഇപ്പം സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും വനിതകൾ വീട്ടിലിരിക്കുന്ന വനിതകൾക്കാണെങ്കിൽ പോലും അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഈ വിമൻ സേഫ്റ്റി, അഗൈൻ വിമൻ സേഫ്റ്റി മാത്രമല്ല ഒരു ലീഗൽ ഹെൽപ്പ് എന്നുള്ളൊരു കാര്യം. ഒരുപാട് പേര് ഡൊമസ്റ്റിക് വയലൻസിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു ലീഗൽ ഹെൽപ്പ്, ഒരു ഫ്രീ ഹെൽപ്പ് അതിന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോയാൽ തന്നെ ഒരുപാടധികം നമുക്ക് ഹെൽപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം എന്തായാലും വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ഇത് കൂട്ടിയത് ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് വനിതകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു കൺസിഡറേഷൻ അതിൽ കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ എന്നാലും പോലും ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഒരു പോസിറ്റീവ് ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അത് എക്സിക്യൂഷൻ പാർട്ട് വരുമ്പോൾ അത് നന്നായി പോയാൽ അത് എല്ലാവർക്കും അത് ഗുണകരമാവും എന്ന് വിശ്വസിക്കുന്നു. കൈത്തറീനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ, ബിക്കോസ് ഞാനൊരു സോഷ്യൽ ഓൺട്രപ്രനറും ഒരു ഡിസൈനറും അതിനോടൊപ്പം ഒരു പ്രൗഡ് വീവറും കൂടിയാണ് ഞാനിപ്പോൾ. അപ്പോൾ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈത്തറി മേഖലയെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ കോവിഡിനും അതുപോലെ തന്നെ ഫ്ലഡിനും കോവിഡിനും ശേഷം ഏറ്റവും കൂടുതൽ ഒരു ബൂം കിട്ടിയ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കൈത്തറി മേഖല തന്നെയാണ്. പക്ഷേ കൈത്തറി മേഖലയിലേക്ക് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്ന ബഡ്ജറ്റ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒരു 33 ലക്ഷത്തോളം കുറവാണ് നമുക്കത് വന്നിരിക്കുന്നത്. അതിനെ എടുത്ത് പറയുകയാണെങ്കിൽ അതെന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഒരു ഇൻഡസ്ട്രി നമ്മൾ ബൂം ആവണം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വരികയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ അത് വെട്ടിക്കുറയ്ക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പം സ്പെഷ്യലി നമ്മൾ ഈ ഒരു കോവിഡിനും ഫ്ലഡിനും ശേഷം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും നല്ല രീതിക്ക് കൈത്തറീനെ ഒന്ന് പുഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അവയർനെസ് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട്. സ്പെഷ്യലി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് ആഴ്ചയിൽ ഒരിക്കൽ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് കൈത്തറി ധരിക്കണം എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരികയും എന്നാൽ അവിടെ ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്ന സപ്ലൈ ആണ്. അതായത് നെയ്ത്തുകാർ, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അടുത്ത നെയ്ത്തുകാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിലേക്ക് വേണ്ടിയിരുന്നത്. സ്പെഷ്യലി ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം കുടുംബശ്രീയുടെ കാര്യമാണ്. അത് എനിക്കറിയാം അത്രയും സക്സസ്ഫുൾ ആയിട്ട് വന്നതുകൊണ്ട് തന്നെയായിരിക്കും 260 crores അതിലേക്ക് അലോട്ട് ചെയ്തത്. അപ്പം ഒരുപാട് നമുക്കിപ്പം തന്നെ അറിയാം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറും ടൂറിസവും കുടുംബശ്രീയും കൂടെ ചേർന്നിട്ട് ഇപ്പം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ആ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തുകൊണ്ട് കൈത്തറിയിൽ, അതായത് കൈത്തറി ഏറ്റവും കൂടുതൽ നമ്മൾ കൈത്തറി ഹിറ്റ് ചെയ്ത ഒരു ശാപം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നെയ്ത്തുകാർ അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാലറി. ഒബ്വിയസ്ലി അതൊരു 318 രൂപ ഒരു കൈത്തറി അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ കിട്ടും. മറ്റതൊരു 250 രൂപ, ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ 300 രൂപയാണ് ഒരു നെയ്ത്തുകാരന് കിട്ടുന്നത്. അതും സ്ഥിരമായിട്ട് അവർക്ക് സാലറി കിട്ടുന്നില്ല. ഒരു 2 മാസം ഒക്കെ ഡിലേ ചെയ്തിട്ടാണ് അവരുടെ പാവപ്പെട്ട നെയ്ത്തുകാർക്ക് കിട്ടുന്ന സാലറി പോലും അത്രയും വൈകിട്ടാണ്. അപ്പം എന്തുകൊണ്ടും ഈ പറഞ്ഞ ഇതിൽ നിന്നും മാറി ഒരുപാട് പേര് അതിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീനെയും ഇത്രയും ഓൾറെഡി അവർക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം കുടുംബശ്രീനെയും നമ്മുടെ നെയ്ത്തുകാരെയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുവരണം, നെയ്ത്തിലേക്ക് കൊണ്ടുവരണം. ഒരു മിനിമം ഒരു ദിവസം അവർക്ക് 600 രൂപ അല്ലെങ്കിൽ ഒരു 700 രൂപ കിട്ടത്തക്ക രീതിയിലേക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ എന്തായാലും നമ്മുടെ കൈത്തറീനെ മുമ്പിലേക്ക് നമുക്ക് ഒരുപാട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ
ഒരുപാട് കാര്യങ്ങൾ എടുത്ത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ബിക്കോസ് വേറെ ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ വന്ന് എനിക്ക് നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ട് ഇത് സംസാരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സാലറി ഞാൻ പറഞ്ഞില്ലേ, മാസം കിട്ടേണ്ട വേതനം അവർക്ക് കിട്ടുന്നില്ല. പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് 4000 രൂപയാണ് പെർ മന്ത് കിട്ടുന്നത്. 19 മുതൽ 23 വരെ അവർക്കത് കിട്ടിയിട്ടില്ല. റിബേറ്റ്സ് ഇപ്പോൾ ഉള്ളത് കിട്ടുന്നുണ്ട്, പക്ഷേ 10 മുതൽ 18 വർഷത്തോളം ഉള്ള 2009 മുതൽ 2017 വരെ അവർക്കുള്ള റിബേറ്റ്സ് ഇതുവരെയായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് 2% ആണ്. അത് 5 വർഷമായിട്ട് അവർക്ക് ഇന്നേ വരെ അത് കിട്ടിയിട്ടില്ല. ഹാൻഡ്ലൂം യൂണിഫോം സ്കീം, ആ യൂണിഫോം സ്കീം കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് ഇതിലേക്ക് അഗൈൻ പിടിച്ചു നിർത്താൻ പറ്റി. എന്നാൽ പോലും അതിൽ 5% ടാക്സ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആണ്. ഇന്നേ വരെ ഒരു 7 വർഷമായിട്ട് അത് അവർക്ക് കിട്ടിയിട്ടില്ല. ഇൻകം സപ്പോർട്ട് അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീമാണ്. BPL-ലുള്ള വീവേഴ്സിന് നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2017 to 2023 വരെ അവർക്ക് അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഹാൻഡെക്സ് അറിയാലോ, ഏറ്റവും കൂടുതൽ നെയ്ത്തുകാർ നെയ്തുകൊണ്ട് കൊടുക്കുന്ന ഹാൻഡെക്സിനാണ്. 20 ലക്ഷത്തോളം രൂപ ഓരോരോ സംഘങ്ങൾക്ക് കിട്ടാനുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ ഏറ്റവും അതിനെക്കാട്ട് എടുത്ത് പറയേണ്ട പെൻഷനാണ്. എപ്പോഴും പെൻഷനെ പറ്റി ഈ ഒരു ഇതിൽ എടുത്ത് പറഞ്ഞതുകൊണ്ട് പറയാണ് പെൻഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ശോഭാ വിശ്വനാഥൻ. നമുക്ക് അതിലേക്ക് വിശദമായി തന്നെ രണ്ടാം ഘട്ടത്തിൽ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കൂടുതൽ പരിഗണനാ വിഷയങ്ങൾ വേണം സംരംഭക എന്ന നിലയിൽ കൂടിയുള്ള ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചത്. നമുക്ക് അതിഥികളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ ഈ ബജറ്റിൽ ആയിട്ടില്ലെങ്കിലും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അതേസമയം എല്ലാ സേവന നിരക്കുകളും വർദ്ധിക്കുന്നു. മദ്യത്തിന് വില കൂടുന്നു, വാഹന വിലയിൽ വർധനവുണ്ടാകും, അതുപോലെ വാഹനത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ജനത്തിന് ആഘാതം ഒരുപക്ഷെ ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവായിരിക്കും. പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ 200 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുമ്പോഴും വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന നിരവധി വർധനകൾ ഈ ബജറ്റിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഏതായാലും ബജറ്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നു, ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ടൂറിസം ഇടനാഴികകൾ 7 അതിൽ 50 കോടി രൂപ അതിനായി നീക്കിവെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, എല്ലാ സാധനങ്ങൾക്കും വില വർധനവിലേക്ക് വഴിവെക്കുന്ന ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലുള്ളത്? മനു, തീർച്ചയായും ഏറ്റവും എളുപ്പം ധനസമാഹരണത്തിന് വരുമാന വർധനയ്ക്കുള്ള വഴി തന്നെ സർക്കാർ തേടിയിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനും അതുപോലെ തന്നെ ഇന്ധനത്തിനും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. GST വന്ന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ് ഇന്ധന വിലയിലൂടെ ലഭിക്കുന്ന നികുതിയും അതുപോലെ തന്നെ മദ്യവും. മദ്യത്തിന് 500 രൂപ മുതൽ 999 രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് 20 രൂപ നിരക്കിലും 1000 രൂപ മുതൽ മുകളിലോട്ട് വരുന്ന മദ്യത്തിന് ബോട്ടിലിന് 40 രൂപ നിരക്കിലുമാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് മദ്യവില 20 രൂപ വരെ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ മദ്യവില വർദ്ധിപ്പിക്കില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് മദ്യത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 400 കോടി രൂപയാണ് ഇതിലൂടെ അധിക ധനസമാഹരണമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തും. അതായത് പെട്രോൾ, ഡീസൽ വില മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ വീണ്ടും കേരളം നൽകേണ്ടി വരും. പെട്രോൾ, ഡീസൽ വിലയ്ക്കും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുമ്പോൾ അവിടെയും വില വർധന, അതായത് സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ഇന്ധനവില വർധന തന്നെയാകും. ഇന്ധനവില വർധനയുടെ പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ
ഫലം എന്ന് പറയുന്നത് അവശ്യ സാധന വില വർധന തന്നെയാകും. സംസ്ഥാനത്ത് അവശ്യ സാധന വില വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനവില ഈ സെസ് ഏർപ്പെടുത്തിയ നേരത്തെ തന്നെ വില വർധനയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കുന്നതാണെന്ന് വിമർശനം ശക്തമാണ്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനം നടന്നതാണ്. പക്ഷേ അപ്പോഴും ആ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. 750 കോടി രൂപ അധിക ധനസമാഹരണമായി സർക്കാർ അതിന് ലക്ഷ്യമിടുന്നു. വരുമാനം പ്രതീക്ഷിക്കുന്നു. മദ്യത്തിനും വില വർദ്ധിപ്പിക്കുന്നു. മറ്റ് സേവനങ്ങൾക്ക് വലിയ രീതിയിൽ വർധനയുണ്ട്. പട്ടയഭൂമിയിൽ ഈടാക്കുന്ന വാർഷികാടിസ്ഥാന ഭൂനികുതി വാണിജ്യ വ്യാവസായിക ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. 20% ഭൂമിയുടെ ന്യായവിലയിൽ ഫെയർ വാല്യൂവിലുണ്ടായ വർധന. കോടതി ചെലവുകൾ വർദ്ധിക്കും. കോടതി വ്യവഹാരത്തിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും. ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3 മാസത്തിനോ 6 മാസത്തിനോ അധികമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് നിലവിലുള്ള മുദ്രവില നിരക്ക് ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ചെലവ് വർധനയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിൻ്റെ പേരിലാണ് 6 മാസത്തിനകം കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ മുദ്രവില 5% നേരത്തെ കുറച്ചിരുന്നത്. ഇത് 5% 7% പുതുക്കി നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഭൂമിയുടെ ന്യായവില 2010 നിലവിൽ വന്നു. അതിനുശേഷം 5 തവണ പുതുക്കി. കഴിഞ്ഞ ബജറ്റിലും ന്യായവില വർദ്ധിപ്പിച്ചിരുന്നു. വിപണി മൂല്യവും ന്യായവില തമ്മിൽ അന്തരം നികത്താൻ വേണ്ടി ഇപ്പോൾ ന്യായവില 20% വർദ്ധിപ്പിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഈ ബജറ്റ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ വലിയ വില വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ പ്രാഥമിക പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ ഇവിടേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഈ നിയമസഭയുടെ മീഡിയ റൂമിൽ ഉണ്ടാകും. വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ബജറ്റിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വില വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഇന്ധനവില അടക്കം വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യം. വീണ്ടും ചർച്ചയിലേക്ക് നിർമ്മല പത്മനാഭൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീമതി നിർമ്മല പത്മനാഭൻ, വലിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ സെസ് വിലക്കയറ്റം എന്തായാലും രൂക്ഷമാക്കും എന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ കുടുംബ ബജറ്റിനെ ഇത് താളം തെറ്റിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? സർക്കാർ പറയുന്നത് ഈ നികുതി നിർദ്ദേശങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുകയല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യം മുണ്ട് മുറുക്കി ഉടുത്തും സർക്കാരിനോട് സഹകരിക്കേണ്ടി വരുമോ നാട്ടുകാർ? അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്തിനെ സംബന്ധിച്ചുണ്ടോ? അതല്ല, നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ സാഹചര്യം ഇന്ന് എന്താണ് എന്നുള്ളതാണ്. മുണ്ട് മുറുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം തൽക്കാലം നമ്മൾ കോവിഡിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ആ സമയത്ത് ശരിക്കും മുണ്ട് മുറുക്കിയിരുന്നു. അതെല്ലാം അതിജീവിച്ചു. ഇപ്പം നമ്മുടെ വളർച്ചയുടെ ഒരു പാതയിലാണ്. വളർച്ചയുടെ പാതയിൽ നമുക്ക് ഇനി നമ്മൾ ഒരു ഫിസ്ക്കൽ കൺസോളിഡേഷൻ, നമ്മുടെ പൊതു കടം ഒന്ന് കുറയ്ക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. അത് അത്യാവശ്യമായൊരു കാര്യമാണ് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം. ശരിയാണ്, ഈ പറഞ്ഞ മാതിരി 2 രൂപ പെട്രോളിനും ഇതിനും കൂടുമ്പോൾ തീർച്ചയായും അത് എല്ലാ സാധനങ്ങളുടെയും വിലയെ ബാധിക്കും. കുറേശ്ശെ ബാധിക്കും, ആൾക്കാരെ എല്ലാവരെയും ബാധിക്കും. പക്ഷെ മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, ഒന്ന്, ഈ പണം എന്തിനാണ് ഉപയോഗിക്കാൻ? ഒരു സമാധാനം അതാണ്. ഈ പണം പ്രത്യേകം ധനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അതിനു വേണ്ടിയുള്ള ഒരു കോർപ്പസ് ഫണ്ടായി മാറ്റിവെക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഒരു 59 ലക്ഷത്തോളം ആൾക്കാരുണ്ട് എന്നാണ്. 59 ലക്ഷം വീടുകളിലാണ് ഇതിൽ നിന്നുള്ള പണം എത്തുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇത്തിരി ഒരു സമാധാനമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്, നമ്മൾ ഇത് കാരണം എങ്ങാനും പണപ്പെരുപ്പം സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ, എല്ലാം നമ്മൾക്കറിയാം, പെട്രോളിന്റെ ഒക്കെ വില കൂടുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളുടെയും വില കൂടാൻ സാധ്യതയുണ്ട്. ഈ വില കയറ്റം ഏറ്റവും അർഹിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വിലക്കയറ്റം തടയാൻ വേണ്ടി വേറെ 2000 കോടി മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പിന്നെ ഒരു സംസ്ഥാനത്തിന്റെ നമുക്ക് വേറെ നിവർത്തിയില്ല. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ നികുതി. ശ്രീമതി നിർമ്മല പത്മനാഭൻ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യം എന്താണ് എന്നുള്ളത് താങ്കൾ വിശദീകരിച്ചുവല്ലോ.
ഇവിടെ സർക്കാരിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് പകുതിയോളം തുക ചെലവഴിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ സാമൂഹിക ക്ഷേമ പരിപാടികൾക്കും പെൻഷൻ നൽകാനും മറ്റുമായി സർക്കാർ പിന്നീട് തുക കണ്ടെത്തുന്നത് സാധാരണക്കാരന്റെ മേൽ അമിത ഭാരം ഏൽപ്പിച്ച് നികുതി പിരിവിലൂടെ എന്ന് വരുമ്പോൾ എന്താണ് അതിനകത്ത് സാധാരണക്കാരന് കൂടുതലായി ആശ്വസിക്കാനുള്ളത്? അവരിൽ നിന്ന് തന്നെ അവരെ പിഴിഞ്ഞ് തന്നെ അവർക്ക് അതിൽ ഒരു വിഭാഗത്തിന് കൊടുക്കാനുള്ള കുറച്ച് തുക കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ലാഭം എവിടെയാണ്? അല്ല, വേറൊരു കാര്യം